ഹായ്, വെൽക്കം ടു മാസ്റ്റർ കീ അക്കാദമി. അപ്പം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് മാൽ ന്യൂട്രീഷൻസ്, അതായത് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന പ്രോബ്ലംസ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേ ഡിസീസസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. Malnutrition, it is defined as the imbalance between body's needs and the intake of nutrients which can lead to nutritional disorders. അപ്പം malnutrition എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇംബാലൻസ് ആണ്. എന്ത് തമ്മിലുള്ള ഇംബാലൻസ് ആണ്? നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ അളവും അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഇൻടേക്ക് ഓഫ് ന്യൂട്രിയൻസും തമ്മിലുള്ള ഒരു ഇംബാലൻസിനെയാണ് നമ്മൾ malnutrition എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് എൻ ഇംബാലൻസ് ബിറ്റ്വീൻ ദ ബോഡീസ് നീഡ് ആൻഡ് ദ ഇൻടേക്ക്. ബോഡീസ് നീഡും ഇൻടേക്കും തമ്മിലുള്ള ഇംബാലൻസിനെയാണ് നമ്മൾ malnutrition എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വിൽ ലീഡ്സ് ടു ദ ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സ്. ഇത് കാരണം നമുക്ക് ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സ് അവിടെ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. Malnutrition is the condition that develops when the body does not get the right amount of the vitamins, minerals and other nutrients and it needs to maintain the healthy tissues and organ functions. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസ്, വൈറ്റമിൻസ് അല്ലെങ്കിൽ മറ്റ് അതർ ന്യൂട്രിയൻസ് ആവശ്യമായ അളവിൽ കിട്ടാതെ ഇരിക്കുകയും അതുവഴി ടിഷ്യൂസിൻ്റെയും ഓർഗൻസിൻ്റെയും ഫങ്ഷൻസ് അവിടെ നടക്കാതെ വരികയും ചെയ്യുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ malnutrition എന്ന് പറയുന്നത്. ഓക്കെ, malnutrition അക്കോർഡിംഗ് ടു WHO. ഇനി നമുക്ക് നോക്കാം WHO തരുന്ന ഡെഫിനിഷൻ. അക്കോർഡിംഗ് ടു WHO, malnutrition is the cellular imbalance between the supply of nutrients. അപ്പം ഇറ്റ്സ് എ സെല്ലുലാർ ഇംബാലൻസ് ആണ്. എന്തിൻ്റെയൊക്കെ? the supply of nutrients and energy and the body's demand for them. അപ്പം ന്യൂട്രിയൻസിൻ്റെ സപ്ലൈയും നമ്മുടെ ബോഡി ഡിമാൻഡ് ചെയ്യുന്ന അളവും തമ്മിലുള്ള ഒരു ഇംബാലൻസിനെയാണ് നമ്മൾ സെല്ലുലാർ ഇംബാലൻസിനെയാണ് നമ്മൾ malnutrition എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് എൻഷുർ ഗ്രോത്ത്, മെയിൻ്റനൻസ് ആൻഡ് സ്പെസിഫിക് ഫങ്ഷൻ. നമുക്ക് ഗ്രോത്തിനും മെയിൻ്റനൻസിനും സ്പെസിഫിക് ഫങ്ഷൻസിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഈ ഒരു ന്യൂട്രിയൻസിൻ്റെ ഇംബാലൻസിനെയാണ് നമ്മൾ malnutrition എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് malnutritions. malnutritions മെയിനായിട്ട് രണ്ട് ടൈപ്സ് ആണുള്ളത്, അണ്ടർ ന്യൂട്രീഷനും ഓവർ ന്യൂട്രീഷനും. അപ്പോൾ നമ്മുടെ ഇംബാലൻസ് എന്ന് പറയുമ്പോൾ ന്യൂട്രീഷൻ കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ബോത്ത് ആർ ലീഡ് ടു ദ പ്രോബ്ലംസ്. അതായത് കുറവാണെങ്കിൽ ആ രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ട്, കൂടുതലാണെങ്കിൽ ആ രീതിയിലുള്ള. അപ്പം ബോത്ത് അണ്ടർ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാലും ഓവർ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാലും അത് രണ്ടും തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആണ് നമ്മൾ malnutrition എന്ന് പറയുന്നത്. ഓക്കെ, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആണ് malnutrition എന്ന് പറയുന്നത്. ഇൻ അണ്ടർ ന്യൂട്രീഷൻ, ന്യൂട്രിയൻസ് ആർ അണ്ടർ സപ്ലൈഡ് ആൻഡ് ഓവർ ന്യൂട്രീഷൻ ഇറ്റ് ഈസ് ഓവർ സപ്ലൈഡ്. ബോത്ത് കോസസ് ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സ്. നമുക്ക് അണ്ടർ ന്യൂട്രീഷൻ വന്നാലും ഓവർ ന്യൂട്രീഷൻ വന്നാലും ഇറ്റ് ലീഡ്സ് ടു ദ ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സിലോട്ട് അത് നയിക്കുന്നു. ദെൻ കോസസ് ഓഫ് malnutrition. നമുക്ക് ഈ malnutrition കൊണ്ടുള്ള കോസസ് അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയും. പ്രൈമറി കോസസും പറയുന്നുണ്ട്, സെക്കൻഡറി കോസസും പറയുന്നുണ്ട്. പ്രൈമറി കോസസ് എന്ന് പറയുമ്പോൾ ലോ ഇൻകം, ലോ പർച്ചേസിങ് പവർ, അതായത് നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള പൈസ ഇല്ല അല്ലെങ്കിൽ അതിനുള്ള വരുമാനം ഇല്ലെങ്കിൽ അതെന്താവും? നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല നല്ല ആഹാരങ്ങൾ മേടിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല. സോ അതൊരു പ്രൈമറി കോസിൽ വരുന്നതാണ്. ദെൻ ഇഗ്നോറൻസ് ആൻഡ് എറേനിയസ് ഓഫ് ഫുഡ് ഹാബിറ്റ്സ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഹാബിറ്റ്സ് അത്ര നല്ല ഹെൽത്തി ഫുഡ് അല്ലെങ്കിലും ഇതുപോലുള്ള malnutrition പ്രോബ്ലംസ് വരാം. ദെൻ ഓവർ പോപ്പുലേഷൻ കൂടുമ്പോഴത്തേക്കിന് ആ ഒരു ഫുഡിൻ്റെ റിസോഴ്സസ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അത് കാരണവും നമുക്ക് malnutrition. ഇപ്പോൾ സൊമാലിയ പോലുള്ള രാജ്യങ്ങളിൽ എന്തുകൊണ്ടാണ് പോപ്പുലേഷൻ കൂടുതൽ, ഇൻകം കുറവ്, സോ അവിടുത്തെ കുട്ടികളിൽ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് ഒക്കെ ഒരുപാട് കൂടുതലാണ്. ഇതൊക്കെ പ്രൈമറി കോസസ് ആണ്. അതുപോലെ തന്നെ സ്കേഴ്സിറ്റി, ഫുഡിനുണ്ടാവുന്ന ആ ഒരു ആവശ്യത്തിന് ഫുഡ് ഇല്ലാത്തൊരു കണ്ടീഷൻസ്, ഇതെല്ലാം തന്നെ പ്രൈമറി കോസസ് ആണ്. നെക്സ്റ്റ് പറയുന്നത് സെക്കൻഡറി കോസസ്. അപ്പം നമുക്ക് പ്രൈമറി കോസസും സെക്കൻഡറി കോസസും ഒന്ന് ഡിഫൈൻ ചെയ്ത് അതല്ലെങ്കിൽ ഒന്ന് വ്യത്യാസപ്പെടുത്തി തന്നെ ഓർത്തു വെക്കണം. ഓക്കെ, MCQ ലെവലിൽ പ്രൈമറി കോഴ്സ് സെലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ സെക്കൻഡറി കോഴ്സ് സെലക്ട് ചെയ്യാനോ വന്നാൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയിരിക്കണം.
ഇനി സെക്കൻഡറി കോസസിൽ വരുന്നത് ഡയേറിയ അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനിലുള്ള എന്തെങ്കിലും ഡിസോർഡേഴ്സ്. ഡയേറിയ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള കണ്ടൻസ് മൊത്തം പോവുക അല്ലേ, വാട്ടറി സ്റ്റൂൾസിൻ്റെ രൂപത്തിൽ പോകുന്നു. അപ്പം ആ ഒരു കണ്ടീഷൻ കൊണ്ട് നമുക്ക് ഈ ഒരു മാൽന്യൂട്രീഷൻ വരാം. അപ്പം ഇതൊരു സെക്കൻഡറി കോസ് ആണ്, ഡയേറിയ അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസ്. ദെൻ ഇൻഫെക്ഷൻസ്, എസ്പെഷ്യലി റെസ്പിറേറ്ററി, എന്തെങ്കിലും റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതും ഒരു മാൽന്യൂട്രീഷനിലോട്ട് നയിക്കുന്ന ഒരു സെക്കൻഡറി കോസ് ആണ്. ദെൻ മെറ്റബോളിക് ആൻഡ് റീനൽ ഡിസീസ്, മെറ്റബോളിസത്തിലുള്ള കുഴപ്പങ്ങൾ, ഹെപ്പാറ്റോ ബിലിയറി ഡിസോർഡേഴ്സ്. ഹെപ്പാറ്റിക് എന്ന് പറയുമ്പോൾ ലിവറുമായിട്ട് റിലേറ്റ് ചെയ്ത ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നമ്മുടെ ഒരു സെക്കൻഡറി കോസസ് ആണ്. ദെൻ ഒബിസിറ്റി, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആൻഡ് ഡയബറ്റിസ്, ഇതെല്ലാം തന്നെ നമ്മുടെ മാൽന്യൂട്രീഷൻ്റെ സെക്കൻഡറി കോസസ് ആണ്. പ്രൈമറി കോസസിൽ ഇൻകവും സ്കേഴ്സിറ്റി ഓഫ് ഫുഡും ഒക്കെ പറഞ്ഞപ്പോൾ സെക്കൻഡറി കോസസിൽ നമ്മൾ പറയുന്നത് കുറേയധികം ഡിസീസസിനെ കുറിച്ചിട്ടാണ്. ഡിസോർഡേഴ്സ് ഡ്യൂ ടു മാൽന്യൂട്രീഷൻ, മാൽന്യൂട്രീഷൻ കൊണ്ടുണ്ടാവുന്ന ഡിസോർഡേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, അതായത് പ്രോട്ടീൻ കുറഞ്ഞത് മൂലം അല്ലെങ്കിൽ പ്രോട്ടീനിൽ നിന്നുള്ള എനർജി കുറഞ്ഞത് മൂലം ഉണ്ടാവുന്ന മാൽന്യൂട്രീഷൻസിന് എക്സാമ്പിൾസ് ആണ് ക്വാഷിയോർക്കർ ആൻഡ് മെറാസ്മസ്. രണ്ടും ഇമ്പോർട്ടൻ്റ് ടേംസ് ആണ്. ക്വാഷിയോർക്കറും മെറാസ്മസും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. ഓക്കെ. അണ്ടർ ന്യൂട്രീഷൻസ് ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, ഒബിസിറ്റി. അപ്പം നമ്മൾ ഡിസോർഡേഴ്സ് ഡ്യൂ ടു മാൽന്യൂട്രീഷൻ മൂന്നായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ, പ്രോട്ടീനോ എനർജിയുടെയോ മാൽന്യൂട്രീഷൻ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ഡിസോർഡേഴ്സ്. അതുപോലെ തന്നെ വൈറ്റമിൻസ്, മിനറൽസ് കൊണ്ടുണ്ടാവുന്ന മാൽന്യൂട്രീഷൻ ഡിസോർഡേഴ്സ്. ദെൻ ഒബിസിറ്റി. അണ്ടർ ന്യൂട്രീഷൻ ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, അതായത് വൈറ്റമിൻസിൻ്റെ കുറവ് മൂലം ഉണ്ടാവുന്ന ഡിസോർഡേഴ്സ് നമുക്ക് നോക്കാം. തയമിൻ അല്ലെങ്കിൽ വൈറ്റമിൻ B1 കുറവാണെങ്കിൽ നമുക്കുണ്ടാവുന്ന ഒരു ഡിസോർഡർ ആണ് ബെർബറി. ഓക്കെ, ബെർബറി. അപ്പം നമ്മൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കണം. വൈറ്റമിൻ B1 കുറഞ്ഞാലുണ്ടാവുന്ന ഡിസോർഡർ ആണ് ബെർബറി എന്ന് പറഞ്ഞാൽ. അതുപോലെ വൈറ്റമിൻ B3 അല്ലെങ്കിൽ നിയാസിൻ കുറഞ്ഞാലുള്ള ഒരു ഡിസോർഡർ ആണ് പെലാഗ്ര. ഓക്കെ, ടേംസ് ഇമ്പോർട്ടൻ്റ് ആണ്, ബെർബറി, പെലാഗ്ര. ഓക്കെ. ഇനി വൈറ്റമിൻ സിയുടെ കുറവ് അല്ലെങ്കിൽ വൈറ്റമിൻ സിയുടെ അണ്ടർ ഡെവലപ്മെൻറ്റ് കൊണ്ടുണ്ടാവുന്നതാണ് സ്കർവി, സ്കർവി എന്ന് പറയുന്ന ഡിസോർഡർ. ദെൻ വൈറ്റമിൻ ഡി ആണെങ്കിൽ റിക്കറ്റ്സ്, വൈറ്റമിൻ ഡി ആണെങ്കിൽ റിക്കറ്റ്സ്. അപ്പം നമ്മൾ വൈറ്റമിൻ B1 പറഞ്ഞു, B3 പറഞ്ഞു, സി പറഞ്ഞു, ഡി പറഞ്ഞു. ഓരോന്നിൻ്റെതും വ്യത്യാസമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. ഓക്കെ, ഈ നെയിംസ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് അണ്ടർ ന്യൂട്രീഷൻ ഓഫ് മിനറൽസ്. നമ്മൾ നേരത്തെ വൈറ്റമിൻസിൻ്റെ ആയിരുന്നു അല്ലേ പറഞ്ഞത്. ഇനി മിനറൽസിൻ്റെ അണ്ടർ ന്യൂട്രീഷൻ കൊണ്ടുണ്ടാവുന്ന ഡിസോർഡർ. അപ്പം ഓരോ ഡിസോർഡറിൻ്റെ നെയിംസ് ആണ് പറയുന്നത്. കാൽഷ്യത്തിൻ്റെ ആണെങ്കിൽ റിക്കറ്റ്സ്, കാൽഷ്യം കൊണ്ട്. നമ്മൾ നേരത്തെ വൈറ്റമിൻ്റെ പറഞ്ഞിരുന്നു, വൈറ്റമിൻ ഡി കൊണ്ടും നമുക്ക് റിക്കറ്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ കാൽസ്യം കൊണ്ടും റിക്കറ്റ്സ് ഉണ്ടാവും. അത് ഓർത്തിരിക്കും. ദെൻ അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന ഒരു ഡിസോർഡർ ആണ് ഗോയിറ്റർ. ദെൻ അയൺ ഡെഫിഷ്യൻസി, അയഡിനും അയണും തമ്മിൽ തിരിഞ്ഞു പോകരുത്. അയഡിൻ ആണെങ്കിൽ ഗോയിറ്റർ, അയൺ ആണെങ്കിൽ അനീമിയ. ദെൻ സിങ്ക് മൂലമാണെങ്കിൽ, സിങ്കിൻ്റെ അണ്ടർ ന്യൂട്രീഷൻ ആണെങ്കിൽ ഗ്രോത്ത് റിട്ടാർഡേഷൻ, നമ്മുടെ ആ ഒരു വളർച്ചയിലാണ് കുറവ് വരാനുള്ള ചാൻസസ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ക്വാഷിയോർക്കർ അല്ലെങ്കിൽ മരാസ്മസ് നമ്മൾ പറഞ്ഞല്ലേ, പ്രോട്ടീൻ മാൽന്യൂട്രീഷനെയാണ് നമ്മൾ ക്വാഷിയോർക്കർ എന്ന് പറയുന്നത്. ഓക്കെ, ക്വാഷിയോർക്കർ എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ ആ ഒരു ചിൽഡ്രൻ്റെ ഏജ് മെയിനായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. 1 മുതൽ 3 ഇയേഴ്സ് വരെയുള്ള ചിൽഡ്രൻസിലാണ് ക്വാഷിയോർക്കർ വരിക. ക്വാഷിയോർക്കർ ഈസ് എ ഫോം ഓഫ് സിവിയർ പ്രോട്ടീൻ മാൽന്യൂട്രീഷൻ. ഒരു സിവിയർ ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആണ് നമ്മുടെ ക്വാഷിയോർക്കർ എന്ന് പറയുമ്പോൾ. ഇതിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എഡിമയും അതുപോലെ തന്നെ എൻലാർജ്ഡ് ലിവർ വിത്ത് ഫാറ്റി ഇൻഫിൽട്രേറ്റ്സ്. ഓക്കെ, എഡിമ ഉണ്ടാവുന്നതും അതുപോലെ തന്നെ എൻലാർജ്ഡ് ലിവർ വിത്ത് ഫാറ്റി ഇൻഫിൽട്രേറ്റ്സ്, ഇത് രണ്ടുമാണ് ക്വാഷിയോർക്കറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ ഇത് വരുന്ന ഏജ് ഗ്രൂപ്പ് 1 to 3 ഇയേഴ്സ് ആണ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ സഫിഷ്യൻറ്റ് കലോറി ഇൻടേക്ക് ബട്ട് വിത്ത് ഇൻസഫിഷ്യൻറ്റ് പ്രോട്ടീൻ കൺസപ്ഷൻ. നമ്മൾ ആവശ്യത്തിനുള്ള കലോറി അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള എനർജി അവിടെ കിട്ടുന്നുണ്ട്, പക്ഷെ പ്രോട്ടീൻ കൺസപ്ഷൻ അവിടെ കുറവാണ്. അതുമൂലമാണ് ഈ ഒരു ക്വാഷിയോർക്കർ ഡിസോർഡർ അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്.
Kwashiorkor is a serious condition that can help when a person does not consume enough protein. Enough protein കിട്ടാത്ത കുട്ടികളിലാണ് ഈ ഒരു ഡിസീസ് കാണുന്നത്. സിവിയർ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ക്യാൻ ലീഡ് ടു ഫ്ലൂയിഡ് റിറ്റൻഷൻ. അപ്പോൾ ഫ്ലൂയിഡ് റിറ്റൻഷൻ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സ്റ്റൊമക് ലുക്ക് ബ്ലോട്ടഡ്. സ്റ്റൊമക് ലുക്ക് ബ്ലോട്ടഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വയർ ഒത്തിരി തള്ളി നിൽക്കുക, അതുപോലെ കാലിലൊക്കെ എഡിമാസ്, ഇങ്ങനെ മുഴകൾ പോലെയൊക്കെ നിൽക്കുക. അപ്പം ഇതൊക്കെയാണ് ക്വാഷിയോർക്കറിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ. Protein malnutrition or kwashiorkor is mostly found in people living in geographical areas that have limited food resources. ഫുഡ് റിസോഴ്സസ് ഒക്കെ കുറവുള്ള ഏരിയയിൽ പ്രോട്ടീൻസ് ഒക്കെ കിട്ടാത്ത കുട്ടികളിലാണ് ഇത് കാണുന്നത്. ഇറ്റ്സ് മോസ്റ്റ് കോമൺലി സീൻ ഇൻ ദ ചിൽഡ്രൻ ഹൂസ് ഡയറ്റ്സ് ആർ ലോ ഇൻ പ്രോട്ടീൻ ആൻഡ് കലോറീസ്. പ്രോട്ടീൻ കലോറീസ് ഒക്കെ കുറവ് കിട്ടുന്ന കുട്ടികളിലാണ് ക്വാഷിയോർക്കർ മെയിനായിട്ട് കാണുന്നത്. ദെൻ ഇതിൻ്റെ സിംറ്റംസ് നോക്കാം. ചേഞ്ചസ് ഇൻ സ്കിൻ പിഗ്മെൻറ്റ്. അവർക്ക് സ്കിൻ പിഗ്മെൻറ്റ്സിലൊക്കെ ചേഞ്ചസ് വരാം. ദെൻ നമ്മൾ പറഞ്ഞു എഡിമ അല്ലേ, എഡിമ അല്ലെങ്കിൽ സ്വെല്ലിങ്സ്. ഇത് കൂടുതലും കാണിക്കുന്നത് ലെഗ് പോർഷനിലൊക്കെ ആയിരിക്കും എഡിമാസ് വരുന്നത്. ദെൻ ഡിക്രീസ്ഡ് മസിൽ മാസ്. ഇവർക്ക് മസിൽ മാസ് ഭയങ്കരമായിട്ട് കുറയാനായിട്ട് തുടങ്ങും. ദെൻ ഡയേറിയ, എപ്പോഴും ഡയേറിയ ആയിരിക്കും ഈ കുട്ടികൾക്ക്. ഫെയിലിയർ ടു ഗെയിൻ വെയിറ്റ് ആൻഡ് ഗ്രോ ഫറ്റീഗ്. കുട്ടികളുടെ വെയിറ്റ് കൂടത്തില്ല. അതുപോലെ വളർച്ചക്കുറവ് അനുഭവപ്പെടാം. കുട്ടികൾക്ക് ഒരുപാട് തളർച്ച, ക്ഷീണം. ദെൻ ഹെയർ ചേഞ്ചസ്, അതായത് അവരുടെ ആ ഒരു സ്കിൻ പിഗ്മെൻറ്റിൽ ചേഞ്ച് പറഞ്ഞതുപോലെ തന്നെ ഹെയർ കളർ നല്ല ബ്ലാക്കിഷ് ആവാതെ ബ്രൗണിഷ് ഒക്കെ കളറിലോട്ട് പോവുക. ദെൻ ഇൻക്രീസ്ഡ് ആൻഡ് മോർ സിവിയർ ഇൻഫെക്ഷൻസ് ഡ്യൂ ടു ഡാമേജ്ഡ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഭയങ്കര വീക്കായിട്ട് വേറെയുള്ള ഡിസോർഡേഴ്സും കൂടി ഇവർക്ക് വന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ ഇറിറ്റബിലിറ്റി, ലാർജ് ബെല്ലി സ്റ്റിക്സ് ഔട്ട്, അതായത് നമ്മുടെ ആ ഒരു കുട്ടികളിലെ വയറിങ്ങനെ കണ്ടമാനം വീർത്തിരിക്കുക, അതാണ് ലാർജ് ബെല്ലി അല്ലെങ്കിൽ പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുക എന്ന് പറയാം. ദെൻ ലെതാർജി, ലോസ് ഓഫ് മസിൽ മാസ്, റാഷസ്, സ്കിന്നിലൊക്കെ ഒരുപാട് ഡെർമറ്റൈറ്റിസ്, ഇച്ചിങ് പ്രോബ്ലംസും റാഷസും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ലേറ്റ് സ്റ്റേജിലോട്ട് വരുമ്പോൾ ഷോക്ക്, അതുപോലെ തന്നെ മൂൺ ഫേസ് ഒക്കെയാണ് ഈ ഒരു ക്വാഷിയോർക്കറിൻ്റെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് അവിടെ എഡിമയാണ്, അതുപോലെ തന്നെ ഈ ബെല്ലി, പ്രൊട്രൂഡ് ചെയ്തിരിക്കുന്ന ബെല്ലി. നെക്സ്റ്റ് നമുക്ക് എങ്ങനെ ഈ ഒരു ക്വാഷിയോർക്കറിനെ അല്ലെങ്കിൽ അങ്ങനെ വന്ന കുട്ടികളെ കെയർ ചെയ്യാം. ഓക്കെ, ഇൻഫൻറ്റിനും പേരൻസിനും സപ്പോർട്ട് കൊടുക്കുക, പ്രോപ്പറായിട്ട് പ്രോട്ടീൻ ഇൻടേക്സ് ഉണ്ടോ എന്ന് നോക്കുക, അതുപോലെ വൈറ്റമിൻസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ വോമിറ്റിങ്, ഡയറിയ, ഡീഹൈഡ്രേഷൻ ഒക്കെ ഉള്ള പിള്ളേരെ കൂടുതൽ ശ്രദ്ധിക്കുക, നഴ്സിംഗ് ചെയ്യുക. ദെൻ എഡിമ, ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സ്കിൻ കെയർ കൊടുക്കുക. ദെൻ എന്തെങ്കിലും അതർ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് ഹൈജീനിക് മെഷേഴ്സ്, ഓക്കെ, നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളിൽ അവരെ താമസിപ്പിക്കുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, ദെൻ ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട്, അവരുടെ ആ ഒരു ഫുഡ് ഡെയിലി എത്ര ഡയറ്റ് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ കെയർ ഒക്കെ നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി. ദെൻ ഇതാണ് ആ ഒരു ക്വാഷിയോർക്കർ വന്ന കുട്ടിക്ക് ഉണ്ടാവാവുന്ന സിംറ്റമാറ്റിക് ചേഞ്ചസ്. അതായത് ലെഗ്സിലൊക്കെ ഇങ്ങനെ എഡിമ വന്ന് നിൽക്കാം, വയറാണെങ്കിൽ കുറച്ചിങ്ങനെ സ്വള്ളനായിരിക്കും, പിന്നെ സ്കിന്നിലൊക്കെ ഒരുപാട് റാഷസും പിഗ്മെൻറ്റ് ചേഞ്ചസും വരാം. ഈ ഹെയറിലാണെങ്കിൽ ഹെയർ കളറും ചേഞ്ച് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പം ഇതാണ് ക്വാഷിയോർക്കർ വന്നൊരു കുട്ടിയുടെ കണ്ടീഷൻ വരിക. നെക്സ്റ്റ് ആണ് മെറാസ്മസ്. മെറാസ്മസും ഒരു പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസോർഡർ ആണ്. ദ ടേം മെറാസ്മസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് മെറാസ്മോസ്. മെറാസ്മോസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു മെറാസ്മസ് എന്നൊരു വേർഡ് ഡിറൈവ് ചെയ്തത്. മെറാസ്മസ് എന്ന് വെച്ചാൽ വെതറിങ് അല്ലെങ്കിൽ വേസ്റ്റിംഗ്. വിതറിങ് അല്ലെങ്കിൽ വേസ്റ്റിംഗ് എന്നാണ് ഇതിൻ്റെ ആ ഒരു ടേം വരുന്നത്. മെറാസ്മസ് ഈസ് എ സിവിയർ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ എനർജി ഡെഫിഷ്യൻസി ആൻഡ് എമേഴ്സിയേഷൻ. അതായത് ഇവിടെ പ്രോട്ടീനേക്കാളും എനർജിയാണ് അവിടെ ഡെഫിഷ്യൻ്റ് ആയിരിക്കുന്നത്. ഓക്കെ, പ്രോട്ടീൻ എനർജി ഡെഫിഷ്യൻ്റ് കൊണ്ടുണ്ടാകുന്ന ഒരു സിവിയർ ഡിസോർഡർ ആണ് മെറാസ്മസ് എന്ന് പറയുമ്പോൾ. Primarily caused by energy deficiency, marasmus is characterized by stunted growth and wasting of muscles and tissues. അവിടെ എനർജി ആവശ്യമായിട്ട് യൂസ് ചെയ്യാതെ വേസ്റ്റിംഗ് ആണ് നടക്കുക. ഓക്കെ, മസിൽ വേസ്റ്റിങ്ങും മസിൽ വിതറിങ്ങും ഒക്കെയാണ് നടക്കുക. അപ്പം എനർജി ഡെഫിഷ്യൻസി കൊണ്ടാണ് ഇവിടെ ഉണ്ടാവുന്നത്. ദെൻ ഇത് സ്റ്റണ്ടഡ് ഗ്രോത്ത്, അതായത് വളർച്ച ഇല്ലായ്മയിലോട്ട് ഇത് നയിക്കുന്നു. Marasmus usually develops between the age of 6 months to
1 year in children. അപ്പോൾ നമ്മൾ ക്വാഷോർക്കർ പറഞ്ഞിരുന്നു 1 to 3 years വരെയുള്ള ചിൽഡ്രൻസിലാണെങ്കിൽ ഈ ഒരു മരാസ്മസ് കാണിക്കുന്നത് 6 monthിനും 1 yearനും ഇടയ്ക്കുള്ള ചിൽഡ്രൻസിലാണ്. അതുപോലെ തന്നെ ഹു ഹാവ് ബീൻ വീൻഡ് ഫ്രം ബ്രസ്റ്റ് മിൽക്ക് ഓർ ഹു സഫർ ഫ്രം വീക്കനിങ് കണ്ടീഷൻസ് ലൈക്ക് ക്രോണിക് ഡയേറിയ. അതായത് വീൻഡ് ഫ്രം ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കൽ നിർത്തി, അപ്പോൾ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് ആവശ്യത്തിന് കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള കുട്ടികളിൽ 6 month മുതൽ 1 year വരെ ഇടയിലുള്ള കുട്ടികൾക്ക് ഇത് വരാറുണ്ട്. അതുപോലെ തന്നെ ഡയേറിയ ക്രോണിക് ആവുന്ന കണ്ടീഷൻസിലും ഈ ഒരു മരാസ്മസ് സ്റ്റേജാണ് കാണിക്കുന്നത്. ദെൻ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുമ്പോഴും ഗ്രോത്ത് റിട്ടാർഡേഷൻ, നല്ല വളർച്ച ഉണ്ടായിരിക്കത്തില്ല, ലോസ് ഓഫ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്, ഒട്ടും തന്നെ ഫാറ്റ് ഉണ്ടാവത്തില്ല ഇവരുടെ ബോഡിയിൽ. ദെൻ സിവിയർ മസിൽ വേസ്റ്റിങ്, ചൈൽഡ് ലുക്കിംഗ് അപ്പാലിംഗ്ലി തിൻ ആയിരിക്കും, ലിംസ് അപ്പിയേഴ്സ് ആ സ്കിൻ ആൻഡ് ബോൺ. ഓക്കെ, ഒരുപാട് കാലൊക്കെ ഇങ്ങനെ നേർത്തിരിക്കുകയായിരിക്കും, അവരുടെ ഈ ബോൺസ് ഒക്കെ നമുക്ക് പുറമേ നിന്ന് കാണുന്ന സൈസിലായിരിക്കും അപ്പിയർ ആവുന്നത്. സ്ട്രിവൽഡ് ബോഡി, റിങ്കിൾഡ് സ്കിൻ, ബോണി പ്രൊമിനൻസ്, നമ്മുടെ മരാസ്മസിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ബോണി പ്രൊമിനൻസ് പറഞ്ഞു. ക്വാഷോർക്കറിൽ നമ്മൾ പറഞ്ഞു എഡിമ ഒക്കെ ഫോം ചെയ്യുന്ന കാര്യം, അതുപോലെ മരാസ്മസിലുള്ളതാണ് ബോണി പ്രൊമിനൻസ് എന്ന് പറയുന്നത്. ദെൻ അസോസിയേറ്റഡ് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇറിറ്റബിലിറ്റി, എപ്പതി, വാട്ടറി ഡയേറിയ, എപ്പോഴും ഇവർക്ക് ഡയേറിയ ഉണ്ടാവും. അതുപോലെ തന്നെ മോസ്റ്റ്ലി ഹംഗ്രി ബട്ട് സം ആർ അനോറക്റ്റിക്. കുറച്ച് മരാസ്മസ് ഉള്ള കുട്ടികളിൽ ചിലർക്ക് ഭയങ്കര വിശപ്പായിരിക്കും, ചിലർക്ക് ഒട്ടും തന്നെ വിശപ്പില്ലാത്ത കണ്ടീഷൻസിൽ 2 കേസസും കാണിക്കാറുണ്ട്. ഓക്കെ, മെയിനായിട്ട് നമ്മൾ ആ ഒരു ക്വാഷോർക്കറും മരാസ്മസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ദെൻ കോസസ് പറയുകയാണെങ്കിൽ എന്താണ്? പുവർ ഫീഡിങ് ഹാബിറ്റ്സ് ഓർ ഡ്യൂ ടു ഇംപ്രോപ്പർ ട്രെയിനിങ്, ആവശ്യമായിട്ടുള്ള രീതിയിൽ കുട്ടിക്ക് പാല് കൊടുക്കാൻ അമ്മയ്ക്ക് അറിയാതെ വരുന്ന കണ്ടീഷൻസിലൊക്കെയാണ് ഈ ഒരു കേസ് വരിക. അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ് കുറയുന്നു, ആ ഒരു ബ്രസ്റ്റ് മിൽക്ക് കുറവായതുകൊണ്ട് വരാം. ഓക്കെ, ദെൻ ക്ലെഫ്റ്റ് ലിപ്പ്, ക്ലെഫ്റ്റ് പാലറ്റ്, ഓക്കെ, ഈ മുച്ചിരിയൊക്കെ ഉള്ള കുട്ടികൾക്കില്ലേ, അങ്ങനെയുള്ളവർക്ക്, കാർഡിയാക് അബ്നോർമാലിറ്റീസ് ഉള്ള പിള്ളേർക്ക്, ഇവർക്കൊക്കെ എന്താണ് ഈ ഒരു മരാസ്മസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. Then diseases which interfere with the assimilation of food, cystic fibrosis ഉള്ള കണ്ടീഷൻസിൽ. ദെൻ ഇൻഫെക്ഷൻസ്, എന്തെങ്കിലും ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ട് മരാസ്മസ് വരാറുണ്ട്. ദെൻ വൊമിറ്റിങ്, ഡയേറിയ. അപ്പോൾ 2 കേസിൽ നമ്മൾ വൊമിറ്റിങ് ഡയേറിയ ഒരു കോസ് ആയിട്ട് പറയുന്നുണ്ട്. ദെൻ കോംപ്ലിക്കേഷൻസ് ഓഫ് മരാസ്മസ്. മരാസ്മസിൻ്റെ കോംപ്ലിക്കേഷൻസ് പറഞ്ഞാൽ ലാക്ക് ഓഫ് പ്രോപ്പർ ഗ്രോത്ത് ഇൻ ചിൽഡ്രൻ, കുട്ടികളിലാണെങ്കിൽ ആവശ്യത്തിനുള്ള വളർച്ച കാണത്തില്ല. അതുപോലെ ജോയിൻറ്റ് ഡീഫോമിറ്റീസ്, അവരുടെ ആ ഒരു ജോയിൻറ്റ്സ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടായിരിക്കത്തില്ല ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ദെൻ സിവിയർ വീക്ക്നെസ്, പെർമനൻറ്റ് വിഷൻ ലോസ്, കാഴ്ച നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ ദെൻ ഓർഗൻ ഫെയിലിയർ, കോമ, ഒരു ഓർഗൻ മൊത്തമായിട്ട് തന്നെ നശിച്ചു പോവുക. ഓക്കെ, ഈ ഒരു പ്രോട്ടീൻ എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിക്ക് അതിനനുസരിച്ചുള്ള ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു എനർജി കിട്ടിയില്ലെങ്കിൽ അവിടെ മൊത്തത്തിൽ ആ ഓർഗൻ തന്നെ നശിക്കാനുള്ള ചാൻസസ് ഉണ്ടല്ലേ. അപ്പം ഇതൊക്കെയാണ് മെയിൻ മരാസ്മസിൻ്റെ കോംപ്ലിക്കേഷൻസ് പറയുന്നത്. ദെൻ ഇൻഫൻസിനെയും പേരൻസിനെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാം അല്ലേ, എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഒക്കെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, എപ്പോഴും ആ ഒരു കുട്ടിയുടെ ആക്ടിവിറ്റി ഒക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇൻടേക്ക് ഔട്ട്പുട്ടും അതുപോലെ വെയിറ്റും ഒക്കെ ഡെയിലി ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതായിരിക്കും മരാസ്മസ് വന്ന കുട്ടിയുടെ ഒരു അപ്പിയറൻസ് വരുന്നത്. അപ്പം നമ്മൾ നേരത്തെ ക്വാഷോർക്കറിൽ മെയിനായിട്ട് എഡിമയൊക്കെയാണ് പറഞ്ഞെങ്കിൽ ഇവിടെ റിങ്കിൾഡ് സ്കിൻ, ഇങ്ങനെ ചുളുങ്ങിയിരിക്കുക, സ്കിന്നൊക്കെ ചുളുങ്ങിയിരിക്കുക. ഹെയർ ലോസ് ഉണ്ടാവും. അതുപോലെ തന്നെ ബോണി പ്രൊമിനൻസ്, എല്ലുകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന കണ്ടീഷൻസ് ആയിരിക്കും. ഓക്കെ, അതുപോലെ കയ്യിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മസിൽസ് ഭയങ്കര തിന്നായി ഒട്ടും തന്നെ ഫാറ്റ് ഇല്ലാത്തയൊക്കെ കണ്ടീഷൻസ് ആവുക. അപ്പം ഇതാണ് മരാസ്മസ് വന്ന ഒരു കുട്ടിയുടെ കണ്ടീഷൻ എന്ന് പറയും. ക്വാഷോർക്കറും മരാസ്മസും പഠിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഡിഫറൻസ് ബേസ് ചെയ്തിട്ട് പഠിക്കണം. അപ്പോൾ ക്വാഷോർക്കർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? മെയിനായിട്ട് പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് ക്വാഷോർക്കർ ഉണ്ടാകുന്നതെങ്കിൽ ഇവിടെ മരാസ്മസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ്റെയും അതുപോലെ തന്നെ എനർജിയുടെയും ഡെഫിഷ്യൻസിയാണ്, രണ്ടിൻ്റെയും കൂടെ ചേർന്ന ഡെഫിഷ്യൻസിയാണ് മരാസ്മസ്. ക്വാഷോർക്കർ എന്ന് പറയുമ്പോൾ അവിടെ ആവശ്യത്തിന് എനർജി ഉണ്ട്, പക്ഷെ പ്രോട്ടീനാണ് ഡെഫിഷ്യൻ്റ് ആയിരിക്കുന്നത്. അതുപോലെ ഇവിടെ ക്വാഷോർക്കർ വരുന്നത് ഏകദേശം
6 months മുതൽ 3 year അല്ലെങ്കിൽ 1 year to 3 year വരെയുള്ള ചൈൽഡിലാണെങ്കിൽ മരാസ്മസ് വരുന്നത് 1 വയസ്സിന് താഴെയുള്ള കുട്ടിയിലായിരിക്കും മരാസ്മസ് എപ്പോഴും കാണിക്കുക. ദെൻ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്, ക്വാഷോർക്കറിലാണെങ്കിൽ ആ ഒരു ഫാറ്റ് ഒക്കെ അവിടെയുണ്ട്, പക്ഷേ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് മരാസ്മസിൽ അവിടെ ഫാറ്റ് ഈസ് നോട്ട് പ്രിസർവ്ഡ്, അതായത് ആ ഒരു ബോഡിയിൽ ഫാറ്റിൻ്റെ അംശം ഒന്നും തന്നെ കാണത്തില്ല. ദെൻ ക്വാഷോർക്കറിലാണെങ്കിൽ എഡിമാസ് കാണും, അതായത് കാലിലും അല്ലെങ്കിൽ കാലിലെ ആംഗിളിലും ഒക്കെ ഇങ്ങനെ സ്വെല്ല് ചെയ്തതുപോലെ കാണും എഡിമാസ്. മരാസ്മസിൽ അങ്ങനെ എഡിമയൊന്നും കാണത്തില്ല. ഇവിടെ എൻലാർജ്ഡ് ഫാറ്റി ലിവർ ആണ് ക്വാഷോർക്കറിൽ, ഇവിടെ നോ ഫാറ്റി ലിവർ ഒന്നും കാണത്തില്ല. പിന്നെ ക്വാഷോർക്കറിൽ പറഞ്ഞാൽ ബോണി പ്രൊമിനൻസ് കാണത്തില്ല, പക്ഷെ മരാസ്മസിലാണെങ്കിൽ നമ്മുടെ ഈ റിബ്സ് പോർഷനൊക്കെ ഇങ്ങനെ നല്ലപോലെ പ്രൊമിനൻ്റ് ആയിട്ട് തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും മരാസ്മസ് ഉള്ളൊരു കുട്ടിക്ക്. ദെൻ ലെതാർജിക് ആയിരിക്കും. ഓക്കെ, മരാസ്മസ് കുട്ടികളാണെങ്കിൽ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിരിക്കും. ഇവിടെ മസിൽ വേസ്റ്റിങ് കുറച്ച് കുറവാണ്, അല്ലെങ്കിൽ മസിൽ വേസ്റ്റിങ് ക്വാഷോർക്കറിൽ ആബ്സെൻ്റ് ആണെന്ന് പറയും. പക്ഷേ മരാസ്മസിലാണെങ്കിൽ സിവിയർ മസിൽ വേസ്റ്റിംഗ് ആണ്. ഓക്കെ, സിവിയർ മസിൽ വേസ്റ്റിംഗ് ആണ്. ദെൻ പുവർ അപ്പറ്റൈറ്റ്. അപ്പം ക്വാഷോർക്കറി ഇതിൽ നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ക്വാഷോർക്കർ നീഡ്സ് അഡീക്വേറ്റ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻസ് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു കണ്ടീഷൻ മേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും. മരാസ്മസ് ഉള്ള കുട്ടികളിലാണെങ്കിൽ പ്രോട്ടീൻസ്, ഫാറ്റ്സ്, കാർബോഹൈഡ്രേറ്റ്സ് ഇവയെല്ലാം കൊണ്ട് മാത്രമേ നമുക്ക് ഈ ഒരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ക്വാഷോർക്കറും മരാസ്മസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ്. അവിടുത്തെ ആ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ ഇതിലാണെങ്കിൽ എന്താണ്, പ്രോട്ടീൻ്റെ മാത്രം ഡെഫിഷ്യൻസി ആണ്, അവിടെ പ്രോട്ടീൻ്റെയും എനർജിയുടെയും കൂടെ ഡെഫിഷ്യൻസി ആണ്. സോ കറക്റ്റ് ചെയ്യുമ്പോഴും ക്വാഷോർക്കറിൽ പ്രോട്ടീൻ കൊണ്ടുള്ള ഒരു ഡയറ്റ് മതിയാവും. മരാസ്മസിലാണെങ്കിൽ പ്രോട്ടീൻ, ഫാറ്റ്സ്, കാർബോഹൈഡ്രേറ്റ്സ് ഇവയെല്ലാം കൊണ്ടുള്ളൊരു എന്താണ് റെമഡിയൽ മെഷേഴ്സ് ആണ് മരാസ്മസിൽ എടുക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണ് അല്ലേ. അപ്പം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി, ഇറ്റ്സ് കോൾഡ് ബെറിബെറി. അപ്പം ഈ ഒരു നെയിം വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഒരു ഡിസോർഡർ ആണ് ബെറിബെറി എന്ന് പറയുമ്പോൾ. അപ്പോൾ ബെറിബെറിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ബയോകെമിക്കലി ദർ ഈസ് ദ അക്യുമുലേഷൻ ഓഫ് പൈറുവിക് ആൻഡ് ലാക്റ്റിക് ആസിഡ് ഇൻ ദ ബോഡി ഫ്ലൂയിഡ്സ്. അപ്പം പൈറുവിക് ആസിഡിൻ്റെയും അതുപോലെ തന്നെ ലാക്റ്റിക് ആസിഡിൻ്റെയും അക്യുമുലേഷൻ, ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ ബ്ലഡിലുള്ള അക്യുമുലേഷൻ, ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ബെറിബെറി എന്ന് പറയുന്നത്. കാർഡിയാക് ഡിസ്ഫങ്ഷൻ സച്ചസ് കാർഡിയാക് എൻലാർജ്മെൻറ്റ്, എസ്പെഷ്യലി റൈറ്റ് സൈഡ്, എഡിമ ഓഫ് ദ ഇൻഡസ്ട്രീഷ്യൽ ടിഷ്യൂസ്, ദെൻ നമ്മുടെ ആക്സോൺസിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ന്യൂറോൺസിലെ മൈലിനേഷൻ്റെ ഡീജനറേഷൻ, വീക്ക്നെസ് ഓഫ് ഐ മൂവ്മെൻറ്റ്, അറ്റാക്സിയ, മെൻ്റൽ ഡിസ്റ്റർബൻസ്, ഇതൊക്കെയാണ് ബെറിബെറിയുടെ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബയോകെമിക്കലി എന്താണ്, പൈറുവിക് ആസിഡിൻ്റെയും ലാക്റ്റിക് ആസിഡിൻ്റെയും ബോഡി ഫ്ലൂയിഡ്സിലുള്ള അക്യുമുലേഷൻസിനെ നമുക്ക് ബെറിബെറി എന്ന് പറയാം. അപ്പം ഇതുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്, വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി അല്ലെങ്കിൽ തൈമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന ഒരു ഡിസോർഡർ ആണ് ബെറിബെറി എന്ന് പറയുമ്പോൾ. ടൈപ്സ് ഓഫ് ബെറിബെറി. അപ്പം നമുക്ക് ബെറിബെറി തന്നെ 2 ടൈപ്സ് ഉണ്ട്, വെറ്റ് ബെറിബെറിയും അതുപോലെ തന്നെ ഡ്രൈ ബെറിബെറിയും. ജനറലൈസ്ഡ് എഡിമ, അക്യൂട്ട് കാർഡിയാക് സിംറ്റംസ് ആൻഡ് പ്രോംപ്റ്റ് റെസ്പോൺസ് ടു തൈമിൻ അഡ്മിനിസ്ട്രേഷൻ. എഡിമ നോട്ട് പ്രസൻറ്റ് ഇൻ ഡ്രൈ ബെറിബെറി. അപ്പോൾ വെറ്റ് ബെറിബെറിയിലാണെങ്കിൽ ജനറലൈസ്ഡ് എഡിമ ആയിരിക്കും, പക്ഷേ ഡ്രൈ ബെറിബെറിയിലാണെങ്കിൽ എഡിമ നോട്ട് പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം വെറ്റ് ബെറിബെറിയുടെയും ഡ്രൈ ബെറിബെറിയുടെയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എഡിമ വെറ്റിലാണെങ്കിൽ എഡിമ കാണും, ഡ്രൈയിലാണെങ്കിൽ എഡിമ നോട്ട് പ്രസൻ്റ് ആയിരിക്കും. സിംറ്റംസ് നോക്കിയാൽ വെറ്റ് ബെറിബെറിക്ക് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഡ്യൂറിങ് ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ സമയത്ത് ഇങ്ങനെ ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ തന്നെ റാപ്പിഡ് ഹാർട്ട് റേറ്റ്, സ്വോളൻ ലോവർ ലെഗ്സ്, എഡിമാസ് ഒക്കെ ഉണ്ടാവും. ദെൻ ഡ്രൈ ബെറിബെറിയുടെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ പെയിന്, മെൻ്റൽ കൺഫ്യൂഷൻ, ഡിഫിക്കൽട്ടി സ്പീക്കിംഗ്,
വോമിറ്റിങ്, ഇൻവോളണ്ടറി ഐ മൂവ്മെന്റ്സ്. ജസ്റ്റ് സിംറ്റംസ് ഓർത്താൽ മതി. എഡിമ ഏതിലാണ് എഡിമ ഉള്ളത്, എഡിമ ഇല്ലാത്ത. ഓക്കെ, ആ ഒരു ഡിഫറൻസ് മസ്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. പിന്നെ എന്തുകൊണ്ടാണ് ബെർബറി ഉണ്ടാവുന്നത്? വൈറ്റമിൻ B1ന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. നെക്സ്റ്റ് റൈബോഫ്ലാവിൻ അല്ലെങ്കിൽ വൈറ്റമിൻ B2. വൈറ്റമിൻ B2ന്റെ മറ്റൊരു പേരാണ് റൈബോഫ്ലാവിൻ. ഇതുകൊണ്ടുണ്ടാവുന്ന ഡെഫിഷ്യൻസി, റൈബോഫ്ലാവിൻ ഡെഫിഷ്യൻസി ഓൾസോ കോൾഡ് അറൈബോഫ്ലേവിനോസിസ്. ഓക്കെ, ഈ റൈബോഫ്ലേവിൻ ഡെഫിഷ്യൻസി നമുക്ക് എന്ത് പറയാം? അറൈബോഫ്ലേവിനോസിസ് റിസൾട്ട് ഇൻ സ്റ്റോമറ്റൈറ്റിസ് ഇൻക്ലൂഡിങ് പെയിൻഫുൾ റെഡ് ടങ് വിത്ത് സോർ ത്രോട്ട്. സ്റ്റോമറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ റെഡ് ടങ്, ഈ ടങ് ഭയങ്കരമായിട്ട് പൊട്ടി ഇങ്ങനെ ചുമന്നിരിക്കുക, ആ ഒരു കണ്ടീഷനെയാണ് സ്റ്റോമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോർ ത്രോട്ട്, തൊണ്ടയ്ക്കുള്ള പൊട്ടൽ. ദെൻ ചാപ്ഡ് ആൻഡ് ഫിഷേർഡ് ലിപ്സ്, ചുണ്ടെല്ലാം വരണ്ട് പൊട്ടുക, അതിൻ്റെ കണ്ടീഷനെയാണ് നമ്മൾ കീലോസിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചുണ്ട് വരണ്ട് പൊട്ടുന്ന കണ്ടീഷനെയാണ് കീലോസിസ് എന്ന് പറയുന്നത്. ദെൻ ഇൻഫ്ലമേഷൻ ഓഫ് ദ കോർണേഴ്സ് ഓഫ് ദ മൗത്ത്, മൗത്തിൻ്റെ ഇങ്ങനെ ചുറ്റുമുള്ള ഭാഗത്ത് പൊട്ടലൊക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുക, ഇതിനെ ആംഗുലാർ സ്റ്റോമറ്റൈറ്റിസ് എന്ന് പറയും. അപ്പം സ്റ്റോമറ്റൈറ്റിസ്, ചീലോസിസ്, ആംഗുലാർ സ്റ്റോമറ്റൈറ്റിസ്, ഇതാണ് നമ്മുടെ വൈറ്റമിൻ B2 ഡെഫിഷ്യൻസിയുടെ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓൾസോ നോൺ ആസ് ഇൻക്ലൂഡ് സ്കിൻ ഡിസോർഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ബ്ലഡ്, എക്സസ് ബ്ലഡ്, എഡിമ ഓഫ് ദ മൗത്ത് ആൻഡ് ത്രോട്ട്, മൗത്തിലും ത്രോട്ടിലും ഇത് വരിക, എഡിമ വരിക, ആംഗുലാർ സ്റ്റോമറ്റൈറ്റിസ്, കീലോസിസ്, ഡീജനറേഷൻ ഓഫ് ദ ലിവർ ആൻഡ് നെർവസ് സിസ്റ്റംസ്, ഇതൊക്കെയാണ് മെയിൻ ഡിസോർഡേഴ്സ് സിംറ്റംസ് വരുന്നത്. ദെൻ നിയാസിൻ അല്ലെങ്കിൽ വൈറ്റമിൻ B3 ഡെഫിഷ്യൻസി ആണ് നമ്മൾ പേര് പറയുന്നത് പെലാഗ്ര. ഓക്കെ, പെലാഗ്ര. Pellagra is a disease caused by lack of the vitamin B3. വൈറ്റമിൻ B3യുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. ഇതിൻ്റെ സിംറ്റംസ് ആണ് ഇൻഫ്ലെയിംഡ് സ്കിന്ന്, ഡയേറിയ, ഡിമെൻഷ്യ ആൻഡ് സോഴ്സ് ഇൻ ദ മൗത്ത്. ഓക്കെ, ഡയേറിയ, ഡിമെൻഷ്യ ആൻഡ് സോഴ്സ് ഇൻ ദ മൗത്ത് ആണ് പെലാഗ്രയുടെ മെയിൻ സിംറ്റംസ്. ദെൻ നിയാസിൻ, വൈറ്റമിൻ B3 ഡെഫിഷ്യൻസി പെലാഗ്ര. കോസസ് പറയുന്നത് നമുക്ക് നിയാസിൻ്റെ അളവ് കുറയാം, അല്ലെങ്കിൽ ട്രിപ്റ്റോഫാൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡിൻ്റെ കുറവ് കൊണ്ടും നമുക്ക് ഈ ഒരു ഡിസോർഡർ വരാം. അമിനോ ആസിഡ് ഇംബാലൻസ് ആസ് റിസൾട്ട് ഓഫ് മാലബ്സോർപ്ഷൻ കാരണം അമിനോ ആസിഡ്സിൻ്റെ ഇംബാലൻസ് വരുന്നത്. എക്സസീവ് കോൺ കൺസപ്ഷൻ കൂടുന്നത് കൊണ്ട് നമുക്ക് എന്താ പെലാഗ്ര വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സൈൻസ് ആൻഡ് സിംറ്റംസ് നമ്മൾ പറഞ്ഞു. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു 3 Ds, അതായത് ഡെർമറ്റൈറ്റിസ്, ഡയേറിയ ആൻഡ് ഡിമെൻഷ്യ. ഈ 3 സിംറ്റംസ് ആണ് നമ്മൾ പെലാഗ്ര പറയുമ്പോഴത്തേക്കിന് എടുത്തു പറയേണ്ട കാര്യം. അതുപോലെ തന്നെ വീക്ക്നെസ്, ഇറിറ്റബിലിറ്റി, ഡിസിനസ് എല്ലാം ഉണ്ട്. ഡെർമറ്റൈറ്റിസ് മേ ഡെവലപ്പ് ഇൻസിഡിയസ്ലി ടു സൺലൈറ്റ് ഓർ ഹീറ്റ്. ഫസ്റ്റ് അപ്പിയേഴ്സ് ആസ് സിമ്മട്രിക്കൽ എരിത്തിമിയ. ഓക്കെ, എരിത്തിമിയ ആയിരിക്കും അവിടെ ഫസ്റ്റ് ഫോം ചെയ്യുന്നത്. ദെൻ എരിത്തിമിയ ഉണ്ടായിക്കഴിഞ്ഞ് അത് ഡ്രൈയിങ്, സ്കെയിലിങ്, പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടാകുന്നു. ദെൻ ഡയേറിയ, മെൻ്റൽ ചേഞ്ചസ്, ഡിപ്രഷൻ, ഇറിറ്റബിലിറ്റി. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഈ ഒരു 3 Ds, ഡെർമറ്റൈറ്റിസ്, ഡയേറിയ ആൻഡ് ഡിമെൻഷ്യ, ഇതിൻ്റെ സിംറ്റംസ് പറയുമ്പോൾ ഈ 3 കാര്യങ്ങളാണ് എടുത്തു പറയേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് ഗോയിറ്റർ. ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന ഒരു ഡിസോർഡർ ആയിരുന്നു ഗോയിറ്റർ. ഇറ്റ് ഈസ് ദ സ്വെല്ലിംഗ് ഓഫ് ദ നെക്ക് റിസൾട്ടിങ് ഫ്രം ദ എൻലാർജ്മെൻറ്റ് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ്. തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ എൻലാർജ്മെൻ്റ് ആണ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ. എ ഗോയിറ്റർ കോമൺലി ഡെവലപ്പ് ആസ് എ റിസൾട്ട് ഓഫ് അയഡിൻ ഡെഫിഷ്യൻസി ഓർ ഇൻഫ്ലമേഷൻ ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ്. നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഇൻഫ്ലമേഷനും കൊണ്ടുണ്ടാവാം, അതുപോലെ തന്നെ അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ടും ഈ ഒരു ഗോയിറ്റർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സിംറ്റംസ്, ഇനി നമുക്ക് ഗോയിറ്ററിൻ്റെ സിംറ്റംസ് നോക്കിയാൽ പ്രൈമറി സിംറ്റംസ് എന്താണ്? സ്വെല്ലിങ്, നമുക്ക് ഈ ഒരു കഴുത്തിലുള്ള സ്വെല്ലിങ്സ് ആയിരിക്കും. അതർ സിംറ്റംസ് ഇൻക്ലൂഡ് ദ ഫോളോയിങ്: ഡിഫിക്കൽട്ടി ഇൻ സ്വാലോയിങ്, ബ്രീത്തിങ്, കഫിങ്, ഹോഴ്സ്നെസ് ഇൻ യുവർ വോയിസ്, അതായത് ഒരു വോയിസിനൊരു കട്ടി വരിക, അതുപോലെ തന്നെ കൈകാലുകളൊക്കെ പൊക്കാൻ പറ്റാത്ത അങ്ങനത്തെയൊക്കെ ഒരു കണ്ടീഷൻസ് വരും. അപ്പോൾ ഇതൊക്കെയാണ് ഗോയിറ്ററിൻ്റെ മെയിൻ സിംറ്റംസ്. റീസൺ അയഡിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എൻലാർജ്മെൻറ്റ് ഓഫ് ദ തൈറോയിഡ് ഗ്ലാൻഡ്സ്. ദെൻ അനീമിയ. അപ്പം അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ട് ഗോയിറ്റർ ഉണ്ടാവുന്നെങ്കിൽ അയൺ ഡെഫിഷ്യൻസി കൊണ്ടാണ് അനീമിയ ഉണ്ടാവുന്നത്. ഓക്കെ, അയൺ ഡെഫിഷ്യൻസി അനീമിയ ഇസ് എ common anemia caused by insufficient dietary intake and
അബ്സോർപ്ഷൻ ഓഫ് അയൺ. അയണിൻ്റെ ഇൻടേക്ക് കുറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫുഡിലുള്ള കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അത് നമ്മുടെ ഫുഡിൽ അബ്സോർബ് ചെയ്യുന്ന കുറവ് കൊണ്ടോ ഈ ഒരു അനീമിയ അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അയൺ ലോസ് ഫ്രം ബ്ലീഡിങ്. ഇനി നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടിയായിരുന്നു, പക്ഷെ ബ്ലീഡിങ് ഒക്കെ കാരണം ആ ഒരു അയൺ അവിടെ ലോസ് ആവുന്നു. വിച്ച് ക്യാൻ ഒറിജിനേറ്റ് ഫ്രം എ റേഞ്ച് ഓഫ് സോഴ്സസ് സച്ചസ് ഇൻറ്റസ്റ്റൈനൽ, യൂട്ടറിൻ ആൻഡ് യൂറിനറി ട്രാക്റ്റ്. അപ്പം നമുക്ക് ഇവിടെയൊക്കെയുള്ള ബ്ലീഡിങ് കൊണ്ടും അയൺ ലോസ് ഉണ്ടായിട്ട് അതുവഴി അനീമിയ വരാനുള്ള ചാൻസസ് ഉണ്ട്. Iron deficiency causes approximately half of all anemia cases worldwide and affects women more often than men. അതായത് നമ്മുടെ ലോകത്തുള്ള ഒരു ടോട്ടൽ കേസ് എടുത്താൽ അതിൽ ഹാഫ് അനീമിയയും നമ്മുടെ ഒരു അയൺ ഡെഫിഷ്യൻസി അനീമിയ ആയിരിക്കും. ഓക്കെ, ടോട്ടൽ അനീമിയ ഒരുപാട് ടൈപ്സ് അനീമിയ ഉണ്ട്, അതിൽ ഒരു ഹാഫ് കേസും അയൺ ഡെഫിഷ്യൻസി അനീമിയ ആയിരിക്കും. ഇനി ഇത് മോസ്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നത് വുമൻസിനെയാണ്. This can result if the body does not make enough red blood cells. അതായത് നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിൻ്റെ കുറവ് മൂലം ബ്ലീഡിങ് കോസസ് ലോസ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് മോർ ക്വിക്ലി ദാൻ ദേ ക്യാൻ ബി റീപ്ലേസ്ഡ്. ഇപ്പോൾ ബ്ലീഡിങ് ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ RBCയുടെ അളവ് ഭയങ്കരമായിട്ട് ലോസ് ആയിപ്പോവും. അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഓക്കെ, ദെൻ നോർമൽ ആണെങ്കിൽ RBCയുടെ നമ്പർ കണ്ടോ, അതുപോലെ അനീമിക് കേസ് ആകുമ്പോൾ RBCയുടെ ആ ഒരു കൗണ്ട് ഭയങ്കരമായിട്ട് കുറയുന്നു. ബാലൻസ് എല്ലാം പ്ലേറ്റ്ലെറ്റ്സ് ആണെങ്കിലും WBC ആണെങ്കിലും എല്ലാം അതിൻ്റെ അളവിൽ കാണും, പക്ഷെ RBCയുടെ അളവ് ഒത്തിരി കുറയുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ അനീമിയ എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് അയൺ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുമ്പോഴാണ് അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയുന്നത്. ദെൻ റിക്കറ്റ്സ്. അപ്പോൾ റിക്കറ്റ്സ് നമ്മൾ പറഞ്ഞു വൈറ്റമിൻ ഡി അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും അതുപോലെ തന്നെ കാൽഷ്യം, ഫോസ്ഫറസ്, ഇതിൻ്റെ എല്ലാം ഇമ്പയർഡ് മെറ്റബോളിസം അല്ലെങ്കിൽ ഡെഫിഷ്യൻസി കൊണ്ടാണ് റിക്കറ്റ്സ് എന്ന് പറയുന്ന ഒരു ഡിസോർഡർ അവിടെ ഫോം ചെയ്യുന്നത്. ഇനി എന്താണ് റിക്കറ്റ്സ്? റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റനിങ് ഓഫ് ബോൺസ് ഇൻ ഇമ്മച്വർ മാമൽസ്. അതായത് കുട്ടികളിൽ, ചിൽഡ്രൻസിലായിരിക്കും കൂടുതൽ ഇത് കാണിക്കുന്നത്. ബോൺസ് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയി പോകുന്നൊരു കണ്ടീഷനെയാണ് നമ്മൾ റിക്കറ്റ്സ് എന്ന് പറയുന്നത്. ഇതുണ്ടാവാൻ വൈറ്റമിൻ ഡിയോ അല്ലെങ്കിൽ കാൽഷ്യം, ഫോസ്ഫറസ് ഇതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി കൊണ്ടോ മെറ്റബോളിസം ഡിസോർഡേഴ്സ് ഒക്കെ കൊണ്ടായിരിക്കും മെയിനായിട്ട് ഈ ഒരു റിക്കറ്റ്സ് അവിടെ ഫോം ചെയ്യുന്നത്. റിക്കറ്റ്സ് ഈസ് കോമൺ ഇൻ ചിൽഡ്രൻ ഹു ആർ ബിറ്റ്വീൻ 6 and 36 months ഓൾഡ്. 6 and 36 months ഓൾഡ് ഇതിൻ്റെ ഇടയിലുള്ള ചിൽഡ്രൻസിലാണ് കൂടുതലായിട്ട് ഈ ഒരു റിക്കറ്റ്സ് അവിടെ നമുക്ക് ഫോം ചെയ്യുന്നത്. ചിൽഡ്രൻസ് ആർ അറ്റ് ദ ഹയസ്റ്റ് റിസ്ക് ഓഫ് റിക്കറ്റ്സ് ബിക്കോസ് ദേ ആർ സ്റ്റിൽ ഗ്രോയിങ്. നമുക്ക് വളരുന്ന സമയത്ത് ബോൺസിന് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് കാൽഷ്യം, വൈറ്റമിൻ ഡി ഒക്കെ. അപ്പം ഇതിൻ്റെ കുറവുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കുട്ടികളുടെ ബോൺസിനാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ അഫക്റ്റ് ചെയ്ത് ബോൺസ് ഭയങ്കരമായിട്ട് സോഫ്റ്റനായി പോവുകയും പെട്ടെന്ന് തന്നെ ബ്രിട്ടിലൊക്കെ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു കണ്ടീഷനാണ് റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ. Children might not get enough vitamin D if they live a region with little sunlight, follow a vegetarian diet or don't drink milk product. അപ്പോൾ മിൽക്ക് പ്രോഡക്റ്റ് ഇല്ലാതിരിക്കുക, സൺലൈറ്റ് ഇല്ലാതിരിക്കുക, അതുപോലെ ഒരു വെജിറ്റേറിയൻ ഡയറ്റ് മാത്രം ഫോളോ ചെയ്യുക. ഈ ഒരു കേസസിലൊക്കെയാണ് കൂടുതലും റിക്കറ്റ്സ് വരാനുള്ള ചാൻസ്. കാരണം സൺലൈറ്റിൽ നിന്ന് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നു, അതുപോലെ മിൽക്ക് പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് കാൽഷ്യവും വൈറ്റമിൻ ഡിയും കിട്ടുന്നു. അപ്പം മിൽക്ക് പ്രോഡക്ട്സ് കിട്ടാത്ത കുട്ടികൾ ഇത് കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ഹെറിഡിറ്ററി ആയിട്ടും ചിലർക്ക് ഇത് ഈ ഒരു കണ്ടീഷൻസ് വരാറുണ്ട്. ദെൻ റിക്കറ്റ്സിൻ്റെ സിംറ്റംസ് നോക്കിയാൽ പെയിൻ ഓർ ടെൻഡർനെസ് ഇൻ ദ ബോൺസ് ഓഫ് ആംസ്, ലെഗ്സ്, പെൽവിസ് ഓർ സ്പൈൻ. ആംസിലും ലെഗ്സിലും പെൽവിസിലും സ്പൈനിലും ഒക്കെ പെയിൻ ഉണ്ടാവുക. ദെൻ സ്റ്റണ്ടഡ് ഗ്രോത്ത്, അതായത് വളർച്ചക്കുറവ്, ബോൺസ് ഒന്നും വളരാതെ ഇരിക്കുക. ദെൻ ബോൺ ഫ്രാക്ചേഴ്സ്, പെട്ടെന്ന് തന്നെ ബോൺസ് ഫ്രാക്ചർ ആവുക. മസിൽ ക്രാംസ്, ഭയങ്കര വേദന ഉണ്ടാവുക. ഓക്കെ, പിന്നെ ടീത്ത് ഡീഫോമിറ്റീസ്, അതായത് നമ്മുടെ ബോൺസിനെ പോലെ തന്നെ പല്ലിനും ഈ ഒരു കാൽഷ്യവും വൈറ്റമിൻ ഡി ഒക്കെ ആവശ്യമാണ് അല്ലേ. സോ ഡിലേയ്ഡ് ടൂത്ത് ഫോർമേഷൻ, പല്ല് മുളയ്ക്കാൻ ഒത്തിരി താമസിക്കുന്നതും ആ ഒരു പല്ലിൻ്റെ ഇടയ്ക്ക് ഹോൾസ് വരുന്നത്, അതുപോലെ തന്നെ അബ്സസ്, അതായത് ദന്തൽ ക്യാരീസ് ഉണ്ടാവുന്നത്,
ദെൻ ടൂത്ത് സ്ട്രക്ചറിൽ ഡിഫക്ട്സ് ഉണ്ടാവുന്നത്, നമ്പർ ഓഫ് ക്യാവിറ്റീസ് കൂടുന്നു, ഒരുപാട് ക്യാവിറ്റി ഹോൾസ് ഉണ്ടാവുക പല്ലിലൊക്കെ, ഇതെല്ലാം തന്നെ റിക്കറ്റ്സിൻ്റെ സിംറ്റംസ് ആണ്. ഇനി സ്കെലറ്റൽ ഡിഫോമിറ്റീസ് എന്ന് പറഞ്ഞാൽ സ്കള്ള്, ആ ഒരു കുട്ടിയുടെ സ്കള്ളിനുള്ള ഷേപ്പിലുള്ള വ്യത്യാസം, ബംസ് ഇൻ ദ റിബ് കേജിൽ ബംസ് പ്രൊഡ്യൂസ് ചെയ്യുക, അതുപോലെ ബ്രസ്റ്റ് ബോൺ ഇങ്ങനെ പ്രൊട്രൂഡ് ചെയ്ത് കാണിക്കുക, അതുപോലെ കർവ്ഡ് സ്പൈൻ വളഞ്ഞു പോവുക, പെൽവിക് ഡിഫോമിറ്റീസ് എല്ലാം തന്നെ റിക്കറ്റ്സിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്. മൊത്തവും റിലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബോൺസ്, റിബ്സ്, സ്പൈൻസ്, ടൂത്ത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ദെൻ പ്രിവെൻഷൻ ഓഫ് മാൽന്യൂട്രീഷൻ, നമുക്ക് എങ്ങനെ മാൽന്യൂട്രീഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, പ്രൈമറി പ്രിവെൻഷൻ ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, അതുപോലെ തന്നെ ടെറിഷറി പ്രിവെൻഷൻസ് ഉണ്ട്. പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുമ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ ടു മദേഴ്സ് അബൌട്ട് ഗുഡ് ന്യൂട്രീഷൻ ആൻഡ് ഫുഡ് ഹൈജീൻ ത്രൂ ലേഡി ഹെൽത്ത് വർക്കേഴ്സ്. നമ്മൾ ഇതിനായിട്ട് കുറച്ച് ലേഡി വർക്കേഴ്സിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുക, എന്നിട്ട് വുമൻസിന് എഡ്യൂക്കേഷൻ കൊടുക്കുക, ഗുഡ് ന്യൂട്രീഷനെ കുറിച്ചും അതുപോലെ ഫുഡ് ഹൈജീനെ കുറിച്ചും ഒക്കെയുള്ള എഡ്യൂക്കേഷൻസ് കൊടുക്കുക. ദെൻ ഇമ്മ്യൂണൈസേഷൻ ഓഫ് ചിൽഡ്രൻസിന് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുമ്പോൾ രോഗപ്രതിരോധ ശേഷി കിട്ടുകയും അതുവഴി ഈ ഒരു ന്യൂട്രീഷണൽ ബാലൻസ് അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുകയും സാധിക്കും. അപ്പം ഇതൊക്കെ പ്രൈമറി ലെവൽസ് ഓഫ് പ്രിവെൻഷൻ ആണ്. ഗ്രോത്ത് മോണിറ്ററിംഗ് ഓൺ ഗ്രോത്ത് ചാർട്ട് സ്പെഷ്യലി ഓഫ് ഓൾ ചിൽഡ്രൻ അണ്ടർ 3 years ഓഫ് ഏജ്, അതായത് ഏജ് ബേസ് ചെയ്ത് അവരുടെ വെയിറ്റ്, ഹൈറ്റ് ഇതെല്ലാം തന്നെ മോണിറ്റർ ചെയ്ത് പോവുക. ഇങ്ങനെ ആ ഒരു ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സിൽ നിന്ന് കുട്ടികളെ പ്രിവെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയാണ് നമ്മുടെ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം തന്നെ നേരത്തെ തന്നെ അതെല്ലാം പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റൊക്കെ ഫോളോ ചെയ്യിച്ച് എപ്പോഴും സ്ക്രീൻ ചെയ്ത് മോണിറ്റർ ചെയ്തിരിക്കുന്ന രീതിയാണ് പ്രൈമറി പ്രിവെൻഷൻ. നെക്സ്റ്റ് പറയുന്നത് സെക്കൻഡറി പ്രിവെൻഷൻ, മാസ് സ്ക്രീനിങ് ഓഫ് ഹൈ റിസ്ക് പോപ്പുലേഷൻ യൂസിങ് സിമ്പിൾ ടൂൾസ് ലൈക്ക് വെയിറ്റ് ഫോർ ഏജ് ഓർ MUAC. അതായത് ഹൈ റിസ്കിലുള്ള കുട്ടികൾ, അതായത് ഒരുപാട് പോപ്പുലേഷനിലുള്ള ഏരിയയിലാണെങ്കിൽ കുട്ടികൾക്ക് ഫുഡ് സ്കേഴ്സിറ്റി ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ ഹൈ റിസ്കിൽ നിൽക്കുന്ന കുട്ടികളെ എപ്പോഴും മോണിറ്റർ ചെയ്യുക, അവരുടെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ഇതൊക്കെ സെക്കൻഡറി പ്രിവെൻഷൻ മെത്തേഡാണ്. ഇനി ടെറിഷറി പ്രിവെൻറ്റ് എന്ന് പറയുമ്പോൾ ഗുഡ് ന്യൂട്രീഷണൽ കെയർ, സപ്ലിമെൻ്ററി ഫീഡിങ്സ്, റീഹാബിലിറ്റേഷൻ, കൗൺസിലിംഗ് ഓഫ് മദേഴ്സും, ഒരുപാട് ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് ഇപ്പോൾ അംഗനവാടിയും സ്കൂളും ഒക്കെ വഴി പ്രൊവൈഡ് ചെയ്യുന്ന പോലെ ഒരുപാട് ന്യൂട്രീഷൻ ഫുഡ്സ് ഒക്കെ സപ്ലിമെൻ്റ് ചെയ്യുക, ആ വഴിയൊക്കെ നമുക്കൊരു ടെറിഷറി പ്രിവെൻഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇനി നോക്കാം എന്താണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്ന് നോക്കാം. ബാലൻസ്ഡ് ഡയറ്റ് കണ്ടെയ്ൻസ് ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ് ഇൻ സച്ച് ക്വാണ്ടിറ്റീസ് ആൻഡ് പ്രൊപ്പോർഷൻസ് that the requirement for calories, proteins, minerals, vitamins and alternative nutrients is met and small provision is reserved for the additional nutrients to endure the short length of leanness. അതായത് നമ്മുടെ ഒരുപാട് പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ്, ഓൾട്ടർനേറ്റീവ് ന്യൂട്രിയൻസിൻ്റെയൊക്കെ ആ ഒരു ഫിക്സഡ് കോമ്പിനേഷനാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ട് നമ്മുടെ ബോഡിയുടെ എല്ലാ ആവശ്യങ്ങളും മീറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ ആ ഒരു കോമ്പോസിഷനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. A balanced diet also offers the bioactive phytochemicals like dietary fibers. അപ്പം ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കും? ഡയറ്ററി ഫൈബേഴ്സ്, ആൻറ്റി ഓക്സിഡൻസ്, ന്യൂട്രാസ്യൂട്ടിക്കൽസ്. അപ്പം ഇവയെല്ലാം തന്നെ ഈ ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ ഓഫർ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കും. A balanced diet should provide 60 to 70% of the total calories from carbohydrates. ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ നമുക്ക് കിട്ടേണ്ട 60 to 70% കലോറിയും കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നായിരിക്കും. ആൻഡ് 10 to 12 ഫ്രം പ്രോട്ടീൻസിൽ നിന്നായിരിക്കും
10 to 12% കിട്ടുക. അതുപോലെ തന്നെ ഫാറ്റിൽ നിന്നായിരിക്കും 20 to 25% കിട്ടുക. ഓക്കെ, ബാലൻസ്ഡ് ഡയറ്റിൽ എങ്ങനെയാണ് കാർബോഹൈഡ്രേറ്റിൽ നിന്ന് 60 to 70% വരെ കലോറീസ് കിട്ടുന്നു. പ്രോട്ടീൻസിൽ നിന്നാണെങ്കിൽ 10 to 12% വരെ കിട്ടുന്നു. ദെൻ ഫാറ്റിൽ നിന്നാണെങ്കിൽ 20 to 25%. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് എ ബാലൻസ്ഡ് ഡയറ്റ്. ഒരു ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ഇൻക്രീസസ് ദ എനർജി ഇംപ്രൂവ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഫങ്ഷനിങ് എല്ലാ ഓർഗൻസും അതിൻ്റേതായ രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യുന്നു. വെയിറ്റ് ഗെയിൻ, ഒരുപാട് വെയിറ്റ് കൂടുന്നതും നമ്മുടെ ബോഡിക്ക് ഹാംഫുൾ ആണ്. സോ ബോഡി ഒരുപാട് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നു. ഇറ്റ് മീൻസ് ദ ന്യൂട്രീഷണൽ നീഡ് ടു അവോയ്ഡ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് വരാതെ എല്ലാ ന്യൂട്രീഷൻസും ഈക്വൽ എമൗണ്ടിൽ അല്ലെങ്കിൽ ആവശ്യമായ എമൗണ്ടിൽ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബാലൻസ്ഡ് ഡയറ്റ്. ഇറ്റ് പ്രിവെൻറ്റ് ദ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് സർട്ടൻ ഡിസീസ്. അതായത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടോ അല്ലെങ്കിൽ ഓവർ ന്യൂട്രീഷൻ കൊണ്ടോ വരാൻ ചാൻസസ് ഉള്ള എല്ലാ ഡിസോർഡേഴ്സിനെയും ഇവ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞാൽ ഡയബറ്റിസ്, ക്യാൻസർ, ഹാർട്ട് ഡിസീസസ്. ഇറ്റ് ഓൾസോ ഹെൽപ്പ് ഇൻ ട്രീറ്റിംഗ് ഡയബറ്റിസ് ആൻഡ് ഹൈ ബ്ലഡ് പ്രഷർ. ഡയബറ്റീസിനെ ട്രീറ്റ് ചെയ്യാനും ബ്ലഡ് പ്രഷറിനെ ട്രീറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് റെഡ്യൂസസ് സിംറ്റംസ് ആൻഡ് അലൗസ് ആൻ ഇൻഡിവിജ്വൽ ബെറ്റർ മാനേജ് ഹിസ് ഓർ ഹെർ ഇൽനെസ്. ഒരു അസുഖം വന്നാൽ അതിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് ഈ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് മേക്സ് ആൻ ഇൻഡിവിജ്വൽ എനർജറ്റിക്, മാനേജസ് ഹിസ് ഓർ ഹെഡ് വെയ്റ്റ്, ഹെൽപ്സ് ടു ഫൈറ്റ് സ്ട്രെസ് കണ്ടീഷൻസിനെതിരെ പ്രവർത്തിക്കാൻ, അതുപോലെ തന്നെ എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ, ഒരു രോഗമാണ് അതിൽ നിന്ന് രോഗപ്രതിരോധ ശേഷി കിട്ടാനും എല്ലാം തന്നെ ഈ ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ഫെസിലിറ്റേറ്റ് കണക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ്. ദെൻ കോമ്പോസിഷൻ ഓഫ് ബാലൻസ്ഡ് ഡയറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു കോമ്പോസിഷൻ ബാലൻസ്ഡ് ഡയറ്റിൽ ഏതൊക്കെ ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യണം, അത് എത്രമാത്രം വേണം എന്ന് നമ്മൾ നോക്കി വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ബാലൻസ്ഡ് ഡയറ്റ് നോക്കാം. കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ഇന്ത്യൻ മെയിലിൻ്റെ കോമ്പോസിഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിന് വേണ്ടതെന്ന് പറഞ്ഞാൽ സിറിയൽസ് 400 grams. അപ്പം ഓരോന്നും നോട്ട് ചെയ്ത് വെക്കുക. എല്ലാം നോക്കി വെച്ചില്ലെങ്കിലും ഏറ്റവും കൂടുതൽ വേണ്ടത് ഏതാണ്, ഏറ്റവും കുറഞ്ഞ അളവിൽ വേണ്ടത് ഏതാണ്, ആ ഒരു രീതിയിലെങ്കിലും മിനിമം നോക്കി വെക്കണം. അപ്പോൾ സിറിയൽസ് ആണ് 400 grams. ആ ഒരു കുറഞ്ഞു വരുന്ന അളവിലാണ്, ഡിക്രീസിങ് ഓർഡറിലാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ഹ്യൂമന് വേണ്ടത് സിറിയൽസ് ആണ്. നിയർലി 400 grams സിറിയൽസ് ഒരാൾക്ക് ആവശ്യമാണ്. ഇനി പൾസസ് പറയുമ്പോൾ 55 to 70 grams ആണ് പൾസസ് വേണ്ടത്. ലീഫി വെജിറ്റബിൾസ് ആണെങ്കിൽ നിയർലി 100 grams, അതർ വെജിറ്റബിൾസ് 75 grams, റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ് 75 grams, മിൽക്ക് 200 grams, ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് 35 grams, മീറ്റ് ആൻഡ് ഫിഷ് 30 grams, എഗ്ഗ് 30 grams, ഫ്രൂട്ട്സ് 30 grams, ഷുഗർ ആൻഡ് ജാഗറി 30 grams. അപ്പോൾ നമ്മൾ ആ ഒരു ഡിക്രീസിങ് ഓർഡറിലാണ് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ വേണ്ടത് സിറിയൽസ് ആണ്. 400 grams സിറിയൽസ് വേണ്ടി വരും ഒരു ഹ്യൂമൻ. അതുപോലെ തന്നെ പൾസസ്, ലീഫി വെജിറ്റബിൾസ്, ദെൻ മിൽക്ക് ഒരു 200 gram, എഗ്ഗ് 30 gram, ഫ്രൂട്ട്സ് 30 gram, ഷുഗർ ആൻഡ് ജാഗറി 30 grams. ഒരേ അളവിൽ വരുന്നവർക്ക് ഓർത്ത് വയ്ക്കുക. മീറ്റും ഫിഷും എഗ്ഗും ഫ്രൂട്ട്സും എല്ലാം ഒരേ അളവിലാണ് വേണ്ടത്. ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് ആണെങ്കിൽ 35 grams. അതിലും കൂടെ കുറച്ചുകൂടെ കൂടുതൽ വേണം മിൽക്ക് ആണെങ്കിൽ നിയർലി 200 grams വേണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സിറിയൽസ് എവിടെ നിന്ന് കിട്ടുന്നു, അല്ലെങ്കിൽ സിറിയൽസിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെന്ന് നോക്കാം. സിറിയൽസിലാണെങ്കിൽ റൈസ്, മെയ്സ്, ബാർലി, ഓട്സ് ആൻഡ് മില്ലറ്റ്സ് ഇവയൊക്കെയാണ് സിറിയൽസ് വരുന്നത്. 30 to 80% ഓഫ് കലോറി, അതായത് നമുക്ക് വേണ്ട എനർജിയുടെ 30 to 80% കലോറി കിട്ടുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു സിറിയൽസ് ആണ്. അപ്പോൾ സിറിയൽസിൽ വരുന്നതാണ് റൈസ്, മെയ്സ്, ബാർലി, ഓട്സ് ആൻഡ് മില്ലറ്റ്സ്. നെക്സ്റ്റ് പൾസസ് നമ്മൾ പറഞ്ഞു. പൾസസ് വേണ്ടത് 55 to 70 grams ആയിരുന്നു. അപ്പോൾ ഇനി പൾസസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് പീസ്, ബീൻസ്, ലെൻറ്റിൽസ് ആൻഡ്
ഗ്രാംസ്. ഓക്കെ, പൾസസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഏജൻസ് ആണ് പീസ്, ബീൻസ്, ലെങ്കിൾസ് ആൻഡ് ഗ്രാംസ്. ഈ ഒരു പൾസസിൽ നിന്നാണ് നമുക്ക് വേണ്ട പ്രോട്ടീൻസ്, അതുപോലെ തന്നെ വൈറ്റമിൻ ബി, മിനറൽസ് ഇത്രയും പ്രൊവൈഡ് ചെയ്യുന്നത് പൾസസ് ആണ്. ഓക്കെ, പ്രോട്ടീൻസും വൈറ്റമിൻ ബിയും മിനറൽസും പ്രൊവൈഡ് ചെയ്യുന്നത് പൾസസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോട്ടീൻസിൻ്റെ സോഴ്സസ് ആയിട്ട് ഈ ഒരു പൾസസ് പറയാം. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ലീഫി വെജിറ്റബിൾസ്. നമുക്ക് ലീഫി വെജിറ്റബിൾസ് നമ്മുടെ ഒരു ബാലൻസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ലീഫി വെജിറ്റബിൾസ്? സ്പിനാച്ച്, ചീര, അമരാന്ത്, ക്യാബേജ് ഇതൊക്കെയാണ് ലീഫി വെജിറ്റബിൾസിൽ വരുന്നത്. അപ്പം ലീഫി വെജിറ്റബിൾസിൽ കൂടുതലുള്ള കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ കെരോട്ടിൻ, വൈറ്റമിൻ സി, കാൽഷ്യം, അയോൺ, റൈബോഫ്ലേവിൻ ആൻഡ് ഫോളിക് ആസിഡ്. അപ്പം നമുക്ക് MCQ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കേണ്ടതാണ് ലീഫി വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് ഉള്ള രീതിയിലായിരിക്കത്തില്ല, അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കമ്പോണൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്തൊക്കെ കിട്ടുന്നു എന്നുള്ള രീതിയിൽ കെരോട്ടിനും വൈറ്റമിൻ സി, കാൽഷ്യം, അയോൺ, റൈബോഫ്ലേവിൻ ആൻഡ് ഫോളിക് ആസിഡ്. നെക്സ്റ്റ് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്. നമ്മൾ പറഞ്ഞു ബാലൻസ്ഡ് ഡയറ്റിൽ റൂട്ട്സും ട്യൂബേഴ്സും അത്യാവശ്യമാണ്. അപ്പം ഏതൊക്കെയാണ്? പൊട്ടറ്റോസ്, ടപ്പിയോക്ക, ക്യാരറ്റ്, ഒനിയൻ, റാഡിഷ്. അപ്പം ഇവയൊക്കെയാണ് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സിൽ വരുന്നത്. അപ്പം റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സിൽ ഏറ്റവും കൂടുതലുള്ളത് സ്റ്റാർച്ച് ആണ്. സിറിയൽസ് പറഞ്ഞതുപോലെ സ്റ്റാർച്ച് ആണ് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സിൽ ഏറ്റവും കൂടുതലുള്ളത്. മിൽക്ക് ഈസ് എ പെർഫെക്റ്റ് ഫുഡ്. ഇറ്റ് കണ്ടെയ്ൻസ് മിൽക്ക് വേണമെന്ന് പറഞ്ഞു. മിൽക്കിൽ കണ്ടെയ്നിങ് ആയിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ഫാറ്റ്സ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, വാട്ടർ ഉണ്ട്, അതുപോലെ തന്നെ മിനറൽസ് ഉണ്ട്. ഓക്കെ, അപ്പം മിൽക്ക് ഒരു പെർഫെക്റ്റ് ഫുഡാണെന്ന് പറയാൻ കാരണം നമുക്ക് വേണ്ട ന്യൂട്രീഷൻസ് എല്ലാം തന്നെ ഈ ഒരു മിൽക്കിൽ പ്രസൻ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, വാട്ടർ ആൻഡ് മിനറൽസ്. അതുകൊണ്ടാണ് കുട്ടികളിലൊക്കെ കൂടുതലും മിൽക്ക് പ്രോഡക്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് മിൽക്കിലുള്ള കോൺസ്റ്റുവൻസ്. ദ കോൺസ്റ്റുവൻസ് ഓഫ് മിൽക്ക് ആർ എന്തൊക്കെയാണെന്ന് നോക്കാം. കാർബോഹൈഡ്രേറ്റ്സ്, മിൽക്കിൽ പ്രസൻ്റ് ആയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ലാക്ടോസ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ദെൻ മിൽക്കിൽ പ്രസൻസ് ആയിരിക്കുന്ന പ്രോട്ടീൻ ആണ് കെസീൻ, ലാക്ടാൽബുമിൻ ആൻഡ് ലാക്ടോഗ്ലോബുലിൻ. അപ്പോൾ മിൽക്കിൽ പ്രസൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ് കെസീൻസ്, ലാക്ടാൽബിൻ ആൻഡ് ലാക്ടോഗ്ലോബുലിൻ. ഇനി ഫാറ്റ് മിൽക്ക് ഈസ് എ ഗുഡ് സോഴ്സ് ഓഫ് വൈറ്റമിൻ എ ആൻഡ് വൈറ്റമിൻ ഡി. ഇവിടെ പ്രസൻസ് ആയിരിക്കുന്ന വൈറ്റമിൻസ് ആണ് വൈറ്റമിൻ എയും വൈറ്റമിൻ ഡിയും. ദെൻ മിനറൽസ് ഉണ്ട് കാൽഷ്യം, ഫോസ്ഫേറ്റ്, മാഗ്നീഷ്യം, അയഡിൻ. കാൽഷ്യം, ഫോസ്ഫേറ്റ്, മാഗ്നീഷ്യം, അയഡിൻ. ദെൻ വൈറ്റമിൻസ് നമ്മൾ പറഞ്ഞു വൈറ്റമിൻ എയും ഡിയും, അതുപോലെ തന്നെ തൈമിൻ ആൻഡ് റൈബോഫ്ലേവിൻ. ഓക്കെ, വൈറ്റമിൻ എയും ഡിയും ഹൈ എമൗണ്ടിൽ അല്ലെങ്കിൽ ഗുഡ് സോഴ്സിലുണ്ടെങ്കിൽ ഈ തൈമിനും റൈബോഫ്ലേവിനും ചെറിയ എമൗണ്ടിലും മിൽക്കിൽ പ്രസൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ മിൽക്കിനെ ഒരു പെർഫെക്റ്റ് ഫുഡാണെന്ന് പറയുന്നത് അല്ലേ. എല്ലാ ന്യൂട്രീഷൻസും അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് അതിനെ ഒരു പെർഫെക്റ്റ് ഫുഡാണെന്ന് പറയുന്നത്. ഇനി ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് നട്ട് ഓയിൽ, മസ്റ്റാർഡ് ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഗീ, ബട്ടർ, ഫാറ്റ് ഓഫ് മീറ്റ് എല്ലാം തന്നെ ഫാറ്റ് ആൻഡ് ഓയിൽസിൽ അടങ്ങിയതാണ്, അല്ലെങ്കിൽ അതിനെ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇനി ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ എനർജി പ്രൊവൈഡ് ചെയ്യുന്നു, അതുപോലെ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ വൈറ്റമിൻ എ, ഡി, ഇ ആൻഡ് കെ. അപ്പം ഈ ഒരു ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസും പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് ഫാറ്റ്സ് ആൻഡ് ഓയിൽസിൽ വരുന്ന ഈ ഒരു ഗ്രൗണ്ട് നട്ട്, മസ്റ്റാർഡ് ഓയിൽ, അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ, ഗീ, ബട്ടർ ആൻഡ് ഫാറ്റ് ഓഫ് മീറ്റ് ഒക്കെയാണ് ഇവ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ മീറ്റ് ആൻഡ് ഫിഷിൽ ഏറ്റവും കൂടുതൽ കണ്ടെയ്നിങ് ആയിട്ടുള്ളത് പ്രോട്ടീൻസ് ആണ്. ഓക്കെ, മീറ്റ് ആൻഡ് ഫിഷിൽ ഏറ്റവും കൂടുതലുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ് ആണ്. എഗ് ഹാസ് ഓൾ ഫുഡ് ഫാക്ടേഴ്സ് എക്സെപ്റ്റ് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഓൾ വൈറ്റമിൻസ് എക്സെപ്റ്റ് വൈറ്റമിൻ സി. ഇനി നമ്മൾ മിൽക്കിനെ പറഞ്ഞ ഒരു പെർഫെക്റ്റ് ഫുഡാണ്, അതുപോലെ എഗ്ഗിൽ ഓൾമോസ്റ്റ് എല്ലാ ഫുഡ് ഫാക്ടേഴ്സും ഉണ്ട്. ഇല്ലാത്തതൊന്നാണ് കാർബോഹൈഡ്രേറ്റ്. നമ്മുടെ എഗ്ഗിൽ കാർബോഹൈഡ്രേറ്റ് ഇല്ല, അതുപോലെ തന്നെ വൈറ്റമിൻ സിയും ഇല്ല. ഓക്കെ, അപ്പോൾ എഗ്ഗിൽ ഇല്ലാത്ത രണ്ട് ഏജൻസ് ആണ് കാർബോഹൈഡ്രേറ്റ്സും വൈറ്റമിൻ സിയും. ബാക്കി എല്ലാത്തിൻ്റെയും ഒരു സോഴ്സാണ് എഗ്ഗ് എന്ന് പറയുമ്പോൾ. ഫ്രൂട്ട് കണ്ടെയ്ൻസ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എസ്പെഷ്യലി സോഡിയം ആൻഡ് പൊട്ടാസ്യം. അപ്പോൾ ഫ്രൂട്ട്സിൽ മെയിനായിട്ട് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ആണ്
വൈറ്റമിൻ സി, എസ്പെഷ്യലി വൈറ്റമിൻ സിയും. ദെൻ മിനറൽസ് ആണ് സോഡിയം ആൻഡ് പൊട്ടാസ്യം. അപ്പം ഇതൊക്കെ MCQ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കി വെക്കേണ്ടതാണ്. ഫ്രൂട്ട്സിൽ വരുന്ന വൈറ്റമിൻസ് ഏതാണ് അല്ലെങ്കിൽ മിനറൽസ് ഏതാണെന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. ദെൻ ഷുഗർ ആൻഡ് ജാഗറി കണ്ടെയ്ൻ കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് നോൺ പ്രോട്ടീൻസ്. അപ്പം ഷുഗർ അല്ലെങ്കിൽ ജാഗറി, ശർക്കരയും പഞ്ചസാരയും, അതിലൊക്കെ കാർബോഹൈഡ്രേറ്റ്സ് മാത്രമേ ഉള്ളൂ. പ്രോട്ടീൻസിൻ്റെ ഒട്ടും തന്നെ കണ്ടൻസ് ഇല്ല ഷുഗറിലും ജാഗറിയിലും ഒക്കെ. ദെൻ ന്യൂട്രീഷണൽ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യ ഒരുപാട് ന്യൂട്രീഷണൽ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അത് ഓരോന്ന് നോക്കാം. The government of India has launched a number of supplementary feeding programs and also subsists against specific nutritional deficiencies. The important nutrition programs are ഏതൊക്കെയാണ് important nutrition programs? Vitamin A prophylaxis program, prophylaxis against nutritional anemia, special nutrition program, Balawadi nutrition program, ICDS program, midday meal programs. ഇതൊക്കെയാണ് നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന പ്രോഗ്രാംസ്, ന്യൂട്രീഷണൽ പ്രോഗ്രാംസ് ആണ്. ഫസ്റ്റ് വൈറ്റമിൻ എ പ്രോഫൈലാക്സിസ് പ്രോഗ്രാം എന്താ നോക്കാം. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഇൻ 1970. അപ്പം ഈ ഒരു ഇയർ നോക്കി വെക്കുക. നമ്മുടെ വൈറ്റമിൻ എ പ്രോഫൈലാക്സിസ് പ്രോഗ്രാം കൊണ്ടുവന്നത് 1970-ലാണ്. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. ഓക്കെ, ഇറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാം ഫോർ ദ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ്. അപ്പോൾ നമ്മുടെ ബ്ലൈൻഡ്നെസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു വൈറ്റമിൻ എ പ്രോഫൈലാക്സിസ് പ്രോഗ്രാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐക്ക് വൈറ്റമിൻ എയുടെ ആവശ്യമുണ്ട്. വൈറ്റമിൻ എ ഉണ്ടെങ്കിൽ മാത്രമേ ഐയിലുള്ള റോഡ് സെൽസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പിഗ്മെൻറ്റ്സ് ആണ്, ഇത് ആക്ടിവേറ്റ് ആവത്തുള്ളൂ. അപ്പം ഈ റോഡ് സെൽസ് ആണ് നമ്മളെ നൈറ്റ് വിഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ആ ഒരു ബ്ലൈൻഡ്നെസ്, നൈറ്റ് ബ്ലൈൻഡ്നെസ് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ബ്ലൈൻഡ്നെസ് കൺട്രോൾ ചെയ്യാനായിട്ട് വൈറ്റമിൻ എ പ്രോഫൈലാക്സിസ് പ്രോഗ്രാം ഒരു പരിധിവരെ ഹെൽപ്പ് ചെയ്തിരുന്നു. ഇൻ ദിസ് പ്രോഗ്രാം എ ഡോസ് ഓഫ് 2000 IU vitamins A is given orally every 6 months to all preschool childrens. അപ്പം കൂടുതലും നമ്മളിതിന് കുട്ടികളിലാണ് ഇവിടെ ഫോക്കസ് ചെയ്തത്. അതായത് 6 മാസം തൊട്ട് പ്രീ സ്കൂൾ വരെയുള്ള ചിൽഡ്രൻസിന് ഏകദേശം 2000 IU യൂണിറ്റ് വൈറ്റമിൻ എ ഡോസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടായിരുന്നു ഈ ഒരു പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തതും കണ്ടിന്യൂ ചെയ്തതും. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാംസിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഫോർ ദ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ് കൺട്രോൾ ചെയ്യുക. ഫസ്റ്റ് വന്നത് 1970-ലും ഇത് വന്നത് ഇറ്റ് ഈസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ അണ്ടറിലാണ് ഈ ഒരു പ്രോഗ്രാം വന്നത്. നെക്സ്റ്റ് നമ്മുടെ ഫാമിലി ന്യൂട്രീഷണൽ പ്രോഗ്രാം ആണ് പ്രോഫൈലാക്സിസ് അഗെയിൻസ്റ്റ് ന്യൂട്രീഷണൽ അനീമിയ. ഓക്കെ, ഇറ്റ് ഈസ് എ നാഷണൽ പ്രോഗ്രാം ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ദ 4th 5-year പ്ലാൻ. ഓക്കെ, 4th 5-year പ്ലാനിൻ്റെ ടൈമിലാണ് ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. ദ പ്രോഗ്രാം involves the distribution of iron and folic acid tablets to pregnant women and young childrenലും അതായത് 1 to 12 years ഉള്ള ചിൽഡ്രൻസിലും പ്രഗ്നൻറ്റ് ലേഡീസിനും അയൺ ആൻഡ് ഫോളിക് ആസിഡ് ടാബ്ലറ്റ് സപ്ലൈ ചെയ്യാം. അപ്പം ക്വസ്റ്റ്യൻ വരുന്നത് അയൺ ആൻഡ് ഫോളിക് ആസിഡ് ടാബ്ലറ്റ് സപ്ലൈ ഏതൊരു പ്രോഗ്രാമിലാണ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ആ ഒരു രീതിയിൽ MCQs വരാം. സോ അപ്പം നമ്മൾ ഓർത്ത് വയ്ക്കുക, പ്രോഫൈലാക്സിസ് അഗെയിൻസ്റ്റ് ന്യൂട്രീഷണൽ അനീമിയ ഈ ഒരു പ്രോഗ്രാമിലാണ് നമ്മൾ ഈ ഒരു അയണിൻ്റെയും ഫോളിക് ആസിഡിൻ്റെയും സപ്ലിമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് പ്രോഗ്രാമാണ് അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് കൺട്രോൾ പ്രോഗ്രാം അല്ലെങ്കിൽ IDD കൺട്രോൾ പ്രോഗ്രാം. ഇത് വന്ന ഇയർ 1986. ഓക്കെ, IDD വന്നത് 1986-ലായിരുന്നു. മെയിൻ എയിം എന്ന് പറഞ്ഞാൽ റീപ്ലേസ് ദ എൻറ്റയർ എഡിബിൾ സോൾട്ട് ബൈ അയഡൈഡ് സോൾട്ട്. അപ്പം എഡിബിൾ സോൾട്ട് മാറിയിട്ട് അയഡൈഡ് സോൾട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സോൾട്ട് ഡെയിലി ഇൻടേക്ക് ചെയ്യുന്നതാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അയഡിനും നമ്മുടെ ബോഡിയിലോട്ട് എത്തി അയഡിൻ ഡെഫിഷ്യൻസി അങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം. പണ്ട് കാലത്ത് ഒരുപാട് അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു 1992-ന് മുമ്പ് ഒരുപാട് അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു.
സോ ഇങ്ങനൊരു കൊണ്ടുവന്നതിന് ശേഷം, അതായത് എഡിബിൾ സോൾട്ട് മാറിയിട്ട് അയഡൈഡ് സോൾട്ട് ആയിട്ട് മാറ്റിയപ്പോഴത്തേക്കിന് അയഡിൻ, നമുക്ക് സോൾട്ടിലൂടെ എന്താണ് അയഡിൻ കിട്ടാൻ തുടങ്ങി. ഡെയിലി എടുക്കുന്നതാണ് സോൾട്ട്. സോ ഡെയിലി അയഡിൻ സപ്ലിമെൻറ്റും കിട്ടാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് എന്താണ് ഈ ഒരു അയഡിൻ ഡെഫിഷ്യൻസി റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നത് 1986-ലാണെങ്കിലും 1992-ലാണ് നമ്മുടെ എഡിബിൾ സോൾട്ട് റീപ്ലേസ് ചെയ്തിട്ട് അതിന് പകരം അയഡൈഡ് സോൾട്ട് വന്നത് 1992-ലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ ആണ് ഗോയിറ്റർ. ഗോയിറ്ററിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ഇവിടെ ഹെൽപ്പ് ചെയ്തു. നെക്സ്റ്റ് പ്രോഗ്രാമാണ് ICDS പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഓരോ പ്രോഗ്രാമിൻ്റെ ഇയർ നോട്ട് ചെയ്ത് വെക്കുക. ICDS പ്രോഗ്രാം, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ്. അപ്പം നമുക്ക് പേര് കേൾക്കുമ്പോൾ അറിയാം ചൈൽഡ് ഡെവലപ്മെൻറ്റിനെയാണ് ഇവിടെ മൊത്തത്തിൽ നോക്കുന്നത് അല്ലേ. അപ്പം 1975-ലാണ് ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്തത്. 1975 ഇറ്റ് ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് മിനിസ്ട്രി ഓഫ് സോഷ്യൽ വെൽഫെയർ. മിനിസ്ട്രി ഓഫ് സോഷ്യൽ വെൽഫെയറിൻ്റെ അണ്ടറിലാണ് ഈ ഒരു പ്രോഗ്രാം വന്നത്. ഇറ്റ് ഇൻവോൾവ് സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ, വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അയൺ ആൻഡ് ഫോളിക് ആസിഡ്. അപ്പം സപ്ലിമെൻ്ററി ന്യൂട്രീഷൻസ് ഉണ്ടായിരുന്നു, വൈറ്റമിൻസിൻ്റെ സപ്ലിമെൻ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അയൺ ആൻഡ് ഫോളിക് ആസിഡ്. അപ്പം എല്ലാത്തിൻ്റെയും സപ്ലിമെൻറ്റ്സ് ആയിരുന്നു ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞത്. ആൻഡ് ദിസ് സെർവ്സ് ദ ചിൽഡ്രൻ ബിലോ 6 years. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും പ്രഗ്നന്റ് വുമൻസിനും ലാക്ടേറ്റിംഗ് മദേഴ്സിനുമായിരുന്നു മെയിനായിട്ട് ഈ ഒരു പ്രോഗ്രാം എയിം ചെയ്തത്. ഓക്കെ, കുട്ടികളിലും അതുപോലെ തന്നെ ലാക്ടേറ്റിംഗ് ആൻഡ് പ്രഗ്നന്റ് മദേഴ്സിന് ഈ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് കൊടുക്കുക, വൈറ്റമിൻ പ്രൊഫൈലാക്സിസ് കൊടുക്കുക, അയൺ ആൻഡ് ഫോളിക് ആസിഡ് കൊടുക്കുക. ഓക്കെ, ഇതായിരുന്നു മെയിൻ എയിം. വന്ന ഇയർ 1975-ലാണ് ഈ ഒരു ICDS പ്രോഗ്രാം സ്റ്റാർട്ടപ്പ് ചെയ്തത്. അതിൻ്റെ ഫുൾ ഫോം വരുന്നത് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ് എന്നാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രോഗ്രാംസ് ആണ്. ഈച്ച് ICDS സെൻറ്റർ കവേഴ്സ് എ പോപ്പുലേഷൻ ഓഫ് 1000 ആൻഡ് ഇറ്റ്സ് മാനേജ്ഡ് ബൈ അംഗനവാടി വർക്കർ. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു അംഗനവാടി വർക്കർ ഉണ്ടാവും. സോ ഏകദേശം 1000 പോപ്പുലേഷനെ ഒരു ICDS സെൻറ്ററാണ് കവർ ചെയ്യുന്നത്. ഓക്കെ, 1000 പേരെ കവർ ചെയ്തുകൊണ്ട് ഒരു ICDS സെൻറ്റർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഇതുപോലെ ആൾക്കാരിലേക്കെല്ലാം എത്തിക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും ഒരു അംഗനവാടി വർക്കർ ഉണ്ടായിരിക്കും. ദേ ആർ സൂപ്പർവൈസ്ഡ് ബൈ ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ടർ ഓഫീസർ. അപ്പം ഈ ഒരു അംഗനവാടി വർക്കർ ആരുടെ മോണിറ്ററിങ്ങിലായിരിക്കും? CDPO, അതായത് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട് ഓഫീസറിൻ്റെ അണ്ടറിലായിരിക്കും ICDS വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ICDS വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഹെഡാണ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട് ഓഫീസർ അല്ലെങ്കിൽ CDPO. മിഡ് ഡേ മീൽ പ്രോഗ്രാം. നെക്സ്റ്റ് ഒരു പ്രോഗ്രാമാണ് മിഡ് ഡേ മീൽ പ്രോഗ്രാം. ഇതെന്ന് പറഞ്ഞാൽ ഓൾസോ ആണ് സ്കൂൾ ലഞ്ച് പ്രോഗ്രാം. അതായത് സ്കൂളിൽ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്ന ആ ഒരു പ്രോഗ്രാമാണ് മിഡ് ഡേ മീൽ പ്രോഗ്രാം അല്ലെങ്കിൽ സ്കൂൾ ലഞ്ച് പ്രോഗ്രാം എന്ന് പറയും. അപ്പം ഇതും വന്ന ഇയർ 1961 തൊട്ട് ആക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് മിഡ് ഡേ മീൽ പ്രോഗ്രാം. 1961 തൊട്ട് ഈ ഒരു പ്രസൻറ്റ് ടൈം വരെ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇറ്റ് എയിംസ് അറ്റ് ഇംപ്രൂവിങ് ബോത്ത് ലിറ്ററസി ആൻഡ് ന്യൂട്രീഷൻ. അതായത് സ്കൂളിൽ പഠിത്തത്തോടൊപ്പം തന്നെ ന്യൂട്രീഷനും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു മെയിൻ എയിം. അപ്പോൾ ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രോഗ്രാം ബോത്ത് ലിറ്ററസിയെയും ന്യൂട്രീഷനെയും ഫോക്കസ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രോഗ്രാം ചോദിച്ചാൽ പറയേണ്ടത് മിഡ് ഡേ മീൽ പ്രോഗ്രാം ആണ്, അല്ലെങ്കിൽ ഇറ്റ്സ് അതർവൈസ് കോൾഡ് സ്കൂൾ ലഞ്ച് പ്രോഗ്രാം. രണ്ടും തന്നെ എന്താണ്? ലിറ്ററസിയും അതുപോലെ തന്നെ ന്യൂട്രീഷൻ രണ്ടിനെയും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാംസ്. അപ്പം മാൽ ന്യൂട്രീഷൻ പറഞ്ഞത് ന്യൂട്രീഷൻ ഓവർ ന്യൂട്രീഷൻ ആണെങ്കിലും അണ്ടർ ന്യൂട്രീഷൻ ആണെങ്കിലും പ്രോബ്ലംസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ കുറേ ഡിസോർഡേഴ്സ് പറഞ്ഞു, അതിൻ്റെ സയൻസ് സിംറ്റംസ് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ധാരാളം പ്രോഗ്രാംസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്ത കുറേ പ്രോഗ്രാംസ് പറഞ്ഞിരുന്നു. ഓക്കെ, ഇത്രയാണ് നമ്മൾ മാൽ ന്യൂട്രീഷനിൽ പറയാനുള്ളത്. താങ്ക് യു.